പ്രിയമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ്, അതുമായി ബന്ധപ്പെട്ട പഠിതാക്കളെ, നേതാക്കളെ, പ്രവർത്തകരെ, അൽഹംദുലില്ലാ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഒരു നിശ്ചിത സമയത്തും സ്ഥലത്തും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡോമിനൻസ് ഉള്ള ആശയങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കുകയും തൻ്റെ വേൾഡ് വ്യൂ അതിനോട് എത്രത്തോളം മാച്ചാവുന്നുണ്ട് എന്ന് വിലയിരുത്തുകയും അതിനനുസരിച്ച് ജീവിതത്തെ അസസ് ചെയ്യുക, അതുപോലെ റിവ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് സ്വന്തമായിട്ടൊരു ലോകവീക്ഷണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന സ്ഥലം, ജീവിക്കുന്ന സമയം, അതിൻ്റെതായ ട്രെൻഡുകളും അതിൻ്റെതായ സ്വഭാവ രീതികളൊക്കെ നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അത് ആ ഉദ്ദേശത്തെ തകിടം മറിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സ്പേസ് ടൈം ഇടപെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലോകവീക്ഷണം എന്തായിരിക്കണം, അതിലെങ്ങനെ ഉറച്ചു നിൽക്കണം എന്ന് വിലയിരുത്തുന്നത് വളരെ ഉചിതമായൊരു കാര്യമാണ്. അതിനനുസൃതമായിട്ടാണ് നമ്മുടെ ഈ കോഴ്സും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ സംവിധാനിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ അത് സംവിധാനിച്ച ആളുകൾക്ക് അള്ളാഹു എല്ലാവിധ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ, അതിൻ്റെ പഠിതാവായി ചേരുക എന്നുള്ളത് തന്നെ ഒരു ആക്ടിവിസമാണ്. കാരണം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് ആളുകൾ സ്വന്തം ജീവിതത്തിൻ്റെ അലയൊലികൾക്കിടയിൽ അല്ലെങ്കിൽ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് ആളുകൾ വളരെ അപൂർവമായിട്ടേ സമയം കണ്ടെത്താറുള്ളൂ. അപ്പം നിങ്ങൾ സമയം കണ്ടെത്തുകയും ഇതിനു വേണ്ടി തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് വളരെയധികം സ്തുത്യർഹമായ കാര്യമാണ്. ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈമാന്റെ തിളക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന് ഈ വേദിയും ഈ കോഴ്സും ഈ പ്ലാറ്റ്ഫോമും എല്ലാം സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഫെയ്ത്ത്, റീസൺ ആൻഡ് മോഡേണിറ്റി എന്നുള്ളതാണ്. ഫെയ്ത്തും റീസണുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഫെയ്ത്ത് ആണോ വലുത്, റീസൺ ആണോ വലുത്? ചില സമയങ്ങളിൽ നമുക്ക് തോന്നും റീസണിങ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, അതെല്ലാം ഫെയ്ത്തിന് വിട്ടുകൊടുക്കണം. ചില സമയത്ത് നേരെ തിരിച്ചും തോന്നും, ഈ വിഷയത്തിൽ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമ്മൾ നന്നായി റീസണിങ് നടത്തേണ്ടി വരും എന്ന് നമുക്ക് തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും അത്രമേൽ ഇന്റർട്വൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒന്നിന് ചില പ്രത്യേക സമയങ്ങളിൽ പ്രാധാന്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്നതിനപ്പുറം ഇവ തമ്മിൽ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഉചിതം. ഇപ്പൊ ഫെയ്ത്തിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു ടോർച്ചാണ് റീസൺ. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അപാരമായ സെർട്ടനിറ്റിയാണ്, അപാരമായ ഉറപ്പാണ്, വ്യക്തതയാണ്, തെളിമയാണ്. ഈ വ്യക്തതയും തെളിമയും നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇമാമുൽ ഹറമൈൻ ഒക്കെ പറഞ്ഞതുപോലെ നൈസാബൂരിലെ വൃദ്ധയായ സ്ത്രീകളുടെ ഈമാനാണ് എൻ്റെ ഈമാനേക്കാൾ ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്ന് ഇമാമുൽ ഹറമൈൻ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ആധുനിക ആന്ത്രോപോളജിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ തലാൽ അസദിനെ പോലുള്ള ആളുകളും അത്തരം ഒരു സമാനമായ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വല്യമ്മയുടെ ഈമാൻ അത് വല്ലാത്ത തെളിമയുള്ള ഈമാനായിരുന്നു, അതിന് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാനും അതിനെക്കുറിച്ച് ഒരിക്കൽ ആലോചിച്ച് നോക്കി.
ഞാൻ ചെറുപ്പകാലത്ത് കണ്ട എൻ്റെ വല്യമ്മമാർ, അവർ എണീറ്റ് നിന്ന് മണിക്കൂറുകളോളം ഫിലമെന്റ് ബൾബിന് താഴെ മുസഹഫും പിടിച്ച് ഖുർആൻ ഓതുന്നത് കാണാറുണ്ട്. ഞാൻ മുതിർന്നപ്പോൾ അവരെക്കാളും എത്രയോ ഞാൻ ഖുർആൻ മനസ്സിലാക്കി. ഖുർആന്റെ വാക്കുകൾ, വാചകങ്ങൾ, സാഹിത്യ ഭംഗി, ചരിത്ര പശ്ചാത്തലങ്ങൾ, ഓരോ സൂക്തങ്ങളും എപ്പോൾ അവതരിച്ചു എന്നതിനെ കുറിച്ചുള്ള ധാരണ, അറബി പ്രയോഗങ്ങളുടെ പ്രത്യേകതകൾ, ഇതിനെക്കുറിച്ചെല്ലാം വല്യമ്മയെക്കാളും എനിക്കറിയാം. പക്ഷെ ഈ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വല്യമ്മ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഒരാനന്ദവും ഇല്ലാതെ വല്യമ്മ ആ പണി എടുക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് മുതിർന്നിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അങ്ങനെയുള്ള വല്യമ്മമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിൽ എനർജി കൺസ്യൂം ചെയ്യുന്ന തരത്തിലുള്ള റീസണിങ്, അനാലിസിസ്, ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് ഒന്നും നടത്താത്ത ഈ വല്യമ്മ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാണ്. എന്തുകൊണ്ടാണ് അവർ ഖുറാന്റെ മുമ്പിൽ ഇത്ര അധികം നിൽക്കുന്നത്? അതിനെ എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നത് ഈമാന്റെ ഒരു അനുഭവം, ഫെയ്ത്തിന്റെ ഒരു അനുഭവത്തെ മുൻനിർത്തിയാണ്. അപ്പോൾ ഫെയ്ത്ത് വേറെ തന്നെ ഒരു ഡൊമൈൻ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ഫെയ്ത്തില് വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വാരിപ്പുണരലാണ്. ആ വാരിപ്പുണരലിൽ ചില ആളുകൾ ഉൾപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് അതിന്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ഈസിലി പെടാത്ത ആളുകളായിരിക്കാം ഒരുപക്ഷെ നമ്മളൊക്കെ. നമ്മൾ ഈ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സും എക്സസൈസും ഒക്കെ നടത്തിയിട്ട് നമ്മൾ ആ തെളിമയെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും പിന്നീട് മെല്ലെ മെല്ലെ അനുഭവത്തിലൂടെ അതിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ആദ്യം നമുക്ക് അനുഭവം ഉണ്ടാവുന്നു, പിന്നീട് ആ അനുഭവത്തെ ഒബ്ജക്റ്റീവായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിൽ ഏർപ്പെടുന്നു. അങ്ങനെയും ഉണ്ടാവാം. അപ്പോൾ വല്യമ്മമാരെന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ കൂടുതൽ റീസണിങ് ഒന്നും നടത്താത്ത വല്യമ്മമാർ, ഖുർആൻ എന്താന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ, അറബി ഭാഷയിൽ അതിന്റെ മീനിങ് ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് ചിലപ്പോൾ ആദ്യം അനുഭവം ഉണ്ടാകാം, അതിനുശേഷമായിരിക്കും ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് ഉണ്ടാവുക. ചിലപ്പോൾ അവർക്ക് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് തീരെ ഉണ്ടാവില്ല, എങ്കിലും അവർക്ക് അനുഭവം ബാക്കിയാവും. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ പറയുന്നത് ഫെയ്ത്തും റീസണും രണ്ടും വേറെ തന്നെയാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് നമ്മൾ കാണുന്നു. രണ്ട് ഡൊമൈനാണ്, ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇമാമുമാരൊക്കെ, തിയോളജി കൈകാര്യം ചെയ്ത, ഇൽമുൽ കലാം കൈകാര്യം ചെയ്ത ഇമാമുമാരൊക്കെ യുക്തിയെ പ്രതിഷ്ഠിച്ച സ്ഥാനം എവിടെയായിരുന്നു വെച്ചാൽ അത് മനുഷ്യന്റെ അനിവാര്യമായ ഒരു ഫാക്കൽറ്റി ആയിട്ട് തന്നെയാണ്. അതിനെ വിലക്കെടുത്തിട്ടുണ്ട്. അതിനെ എടുക്കുകയും അതിനെ എംപ്ലോയ് ചെയ്യുകയും അതിലൂടെ സത്യത്തിലേക്കും ഉറപ്പുകളിലേക്കും തെളിമയിലേക്കും എത്താം എന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഇൽമുൽ കലാമിന്റെ ആളുകൾ അവരാകെ സ്ഥാപിച്ചത് സെർട്ടൈൻ ആയ നോളജ് പോസിബിൾ ആണ് എന്നായിരുന്നു. ഷറഹുൽ അഖായിദ് എന്നുള്ള ഗ്രന്ഥത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഷറഹുൽ അഖായിദ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെടുകയും ഇന്നും മുസ്ലിം ലോകത്തിന്റെ ക്രീഡിനെ മനസ്സിലാക്കാൻ ഏറ്റവും ബൃഹത്തായ ഒരു സമ്മറി ആയിട്ട് ഇസ്ലാമിക ഉന്നത വിദ്യാഭ്യാസ കലാലയങ്ങളിലൊക്കെ ഇന്നും പഠിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഷറഹുൽ അഖായിദ്. അതിൽ ആദ്യം തന്നെ സ്ഥാപിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നോളജ് ഈസ് പോസിബിൾ എന്നാണ്. അറിവ് സാധ്യമാണ്. അപ്പൊ അറിവ് എങ്ങനെ സാധ്യമാവും? അറിവ് യുക്തിയിലൂടെ സാധ്യമാവും എന്ന് അതിൽ വ്യക്തമായി പറയുന്നു. അറിവ് യുക്തിയിലൂടെ സാധ്യമാവില്ല എങ്കിൽ നമുക്കൊരിക്കലും വിശ്വാസത്തിലേക്കോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ എത്താൻ കഴിയില്ല. കാരണം യുക്തി ഉപയോഗിച്ചാണ് നമ്മൾ വഹയിനെ മനസ്സിലാക്കുന്നത്. യുക്തി ഉപയോഗിച്ച് നമ്മൾ വഹയിനെ മനസ്സിലാക്കുന്നു. അള്ളാഹു എന്താണ് മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് യുക്തി ഇല്ലാതെ കഴിയില്ല. അങ്ങനെ മനസ്സിലാക്കുകയും അതിനെ നമ്മൾ അസസ്മെന്റ് നടത്തുകയും അനാലിസിസ് ചെയ്യുകയും എന്തെല്ലാം അതിൽ നിന്ന് കിട്ടുന്നു അത് അനലോജിക്കൽ റീസണിങ്ങിന് വിധേയമാക്കുന്നു, അതുപോലെ ഇൻഡക്റ്റീവ് റീസണിങ്ങിന് വിധേയമാക്കുന്നു, ഡിഡക്റ്റീവ് റീസണിങ്ങിന് വിധേയമാക്കുന്നു. ഇങ്ങനെ സകല റീസണിങ്ങിനും വിധേയമാക്കിയിട്ട് നമ്മൾ എന്താണ് അള്ളാഹു മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അങ്ങനെയാണല്ലോ ഇസ്ലാമിക ലോകത്ത് വിശ്വാസധാരയിലും അതുപോലെ കർമ്മശാസ്ത്രധാരയിലും
പലതരം സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടായത്, വിവിധ മദ്ഹബുകൾ ഉണ്ടായി. അത് മനുഷ്യന്റെ യുക്തിയെ ഇസ്ലാം എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു, മനുഷ്യന്റെ സ്വതന്ത്രമായ ചിന്തകളെ ഒരു പ്രത്യേക മൗലികമായ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടുള്ള സ്വതന്ത്രമായ ചിന്തകളെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് തെളിവാണ്. വിവിധ സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടാവുന്നു, അതിനൊക്കെ ഇമാമുമാരുണ്ടാകുന്നു. ആ ഇമാമുമാരുണ്ടാക്കിയ ഫ്രെയിംവർക്കിനകത്ത് തന്നെ വിവിധ ധാരകളിൽ പണ്ഡിതന്മാർ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച. ഇസ്ലാമിൽ ക്രീഡ് ഉണ്ടാവുന്നത് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിന്റെ ഒടുവിലാണ്, അല്ലാതെ ചർച്ച ചെയ്തിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ക്രീഡ് ഉണ്ടാവുന്നത് നമുക്കറിയാം. വിവിധ നൂറ്റാണ്ടുകളിൽ അവർ സുന്നഹദോസ് വിളിക്കുകയും നാളെ മുതൽ ഇന്നതായിട്ട് ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന തീരുമാനം അടിച്ചേൽപ്പിക്കുകയും അത് അംഗീകരിക്കാത്ത ആളുകളെ അവർ ഹെററ്റിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പൊ AD 326 യേശു ദൈവമാണ് എന്ന യേശു കുരിശിലേറി എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നത്. അതിനുശേഷം പിന്നെ ഷാൽസിഡോണിയൻ ക്രീഡ് വരുന്നു, അതിനുശേഷം മറ്റൊരു ക്രീഡ് വരുന്നു. അങ്ങനെ ഒരുപാട് ക്രീഡുകളിലൂടെ കൗൺസിലുകളിലൂടെ നിക്കിയൻ കൗൺസിലാണ് ആദ്യത്തെ കൗൺസിൽ ഉണ്ടാവുന്നത്. അതുപോലെ അങ്ങനെ ഓരോ കൗൺസിലുകളിലൂടെ ഇവർ ഓരോന്ന് തീരുമാനിക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ളവരുടെ മേലിൽ അത് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ മറിയമിനെ ദൈവമായി പ്രഖ്യാപിക്കുന്നു, യേശുവിനെ ദൈവമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ക്രീഡ് ഇവരുടെ ടോപ്പ് അതോറിറ്റി യോഗം ചേരുകയും ക്രീഡ് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു, വിശ്വാസ പ്രമാണം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് അംഗീകരിക്കാത്തവരെ ഹെററ്റിക്കായി പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഇസ്ലാമിൽ ഒരിക്കലും ക്രീഡ് ഉണ്ടായത് ഇങ്ങനെ യോഗം ചേർന്നിട്ടോ വോട്ടെടുപ്പ് നടത്തിയിട്ടോ ആയിരുന്നില്ല. ഇസ്ലാമിൽ ക്രീഡ് ഉണ്ടായത് രൂപപ്പെട്ടു വന്നത് വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ സമ്പന്നമായ, വളരെ തീക്ഷ്ണമായ ചിന്താപരമായ ധാരകൾ ഒരുമിച്ചും യോജിച്ചും വിയോജിച്ചും ഒഴുകിയപ്പോഴായിരുന്നു. അങ്ങനെ അവസാനം നൂറ്റാണ്ടുകളിലൂടെ നടന്നിട്ടുള്ള ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിൽ നിന്നും ഊറി ഉണ്ടായ സമ്മറിയാണ് ഷറഹുൽ അഖായിദ് പോലുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഒരുപാട് ഡിസ്കഷൻ നടക്കുകയും ഇനി ആറ്റിക്കുറുക്കിയെടുത്താൽ മുസ്ലിങ്ങൾ എന്താണ് അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കേണ്ടത് എന്നതിന് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽപ്പെട്ടതാണ് പിന്നെ അള്ളാഹു വാജിബുൽ വുജൂദാണ്, നെസസറി എക്സിസ്റ്റൻസ് ആണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ കാര്യങ്ങൾ. അത് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നും ആവശ്യമായ ഫീച്ചേഴ്സ് സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വിശ്വാസത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് പണ്ഡിതന്മാരെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഒഴുക്ക്. അപ്പൊ രണ്ട് വിധം കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ഇബ്നു തൈമിയ്യയുടെ പ്രയോഗം എടുത്തു പറഞ്ഞാൽ മുഹാലാത്തുൽ ഉഖൂല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ സംഭ്രമിപ്പിക്കുന്ന, ബുദ്ധിയെ അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അതാണ് മുഹാറാത്ത്. അതൊരു പക്ഷേ കേവലം യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പൊ നമ്മുടെ സൃഷ്ടിയുടെ വ്യത്യസ്തമായ ഡൊമൈനുകൾ, ഇപ്പൊ ജിന്നുകളുണ്ട്, അതുപോലെ സൂക്ഷ്മജീവികൾ, നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള സൂക്ഷ്മജീവികൾ, വളരെ മാക്രോ ലെവലിലുള്ള ഭീമാകാരമായ നക്ഷത്രങ്ങളും ഗാലക്സികളും, അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ വിസിബിൾ യൂണിവേഴ്സിന് പുറത്തുള്ള, നമ്മൾ കാണുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് മാത്രമാണല്ലോ. ഈ കാഴ്ചയുടെ പുറത്തുള്ള ജീവികൾ, അതുപോലെ മാറ്റർ എന്ന മാറ്ററിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന് സ്പേസ് ടൈം വേണം, അതുപോലെ അതിന് ചാർജ് വേണം, ഈതർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ചാർജ് വേണം, പിന്നെ മാസും വേണം. മാസ്, പിണ്ഡം നമ്മൾ പറയുന്ന മാസ്, ഈ 3 ഫീച്ചറും ഉള്ള ഇതിനാണ് മാറ്റർ എന്ന് വിളിക്കുന്നത്. ഈ മാറ്ററിനെ കുറിച്ചാണ് സയൻസ് പഠിക്കുന്നത്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ലോകത്തെ, സബ് ആറ്റോമിക് വേൾഡിലെ കാര്യങ്ങളും അതുപോലെ ആറ്റോമിക് വേവ്സ് പോലുള്ള കാര്യങ്ങളും ഒക്കെ കണക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റർ തന്നെയാണ്. നേരിട്ട് ഇപ്പൊ പേന പോലെ പേപ്പർ പോലെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവയൊക്കെ മാറ്റർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ മാറ്ററിനെ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം അതിനൊക്കെ പുറത്തുള്ള ഓണ്ടോളജിക്കൽ റിയാലിറ്റീസ് ഒരുപാട് കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു. അതിനാണ് മുഹാറാത്തുൽ ഉഖൂൽ എന്ന് പറയാം. ബുദ്ധി അതിന്റെ മുമ്പിൽ അമ്പരന്ന് പോകുന്നു. നേരെ മറിച്ച് മുഹാലാത്തുൽ ഉഖൂൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ യുക്തിക്ക് എതിരായ പിന്നെ കാര്യങ്ങളാണ്. അത് 1+1 = 4 എന്നൊരിക്കലും മനുഷ്യന്റെ ബുദ്ധി അംഗീകരിക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ സമയം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതേ സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതും സാധ്യമല്ല. ഇപ്പൊ പകലാണല്ലോ,
ഇതേ സമയം ഇവിടെ തന്നെ രാത്രിയായിരിക്കുക എന്നുള്ളതും ഒരിക്കലും സാധ്യമല്ല. ഇതിനാണ് മുഹാലാത്തുൽ ഉഖൂൽ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാം ഒരിക്കലും, ഇസ്ലാം യുക്തിക്ക് ബിയോണ്ട് ദ റീസൺ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം എഗെയിൻസ്റ്റ് ദ റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എഗെയിൻസ്റ്റ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളായ എക്സിസ്റ്റൻസ്, നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾസ്. അപ്പൊ ബുദ്ധിക്ക് എതിരായത് ഇസ്ലാമിൽ അകത്ത് കാണൂല. ഒരു പക്ഷെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നത് കണ്ടേക്കാം എന്നുള്ളതാണ്. അപ്പൊ ശരിയാണ്, നമ്മളൊരു പ്രത്യേക കോസാലിറ്റിയുടെ വേൾഡിലാണ് ജീവിക്കുന്നത്, അല്ലെ? കോസാലിറ്റിയുടെ വേൾഡിലാണ് ജീവിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ താഴേക്ക് വരുന്നു, കാരണം ഗ്രാവിറ്റി ഉണ്ട്. തീയിൽ കൈയിട്ടാൽ നമ്മുടെ കൈ ചൂടാവുന്നു, പൊള്ളുന്നു, കാരണം തീയിന് ചൂടുണ്ട്. അപ്പൊ ഗസാലിമാം അതിനെ കുറിച്ച് പറഞ്ഞത് ഓരോ സെക്കൻഡിലും അള്ളാഹു ലോകത്തെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഒക്കേഷണലിസമാണ്. തീയിന് അങ്ങനെ സ്വന്തമായിട്ടൊരു കഴിവില്ല. നമ്മൾ തീയിൽ കൈയിടുന്ന സമയത്ത് അള്ളാഹു ആ കഴിവ് ആ ഓരോ സെക്കൻഡിലും അതിനെ ഓരോ അനുനിമിഷം അതിനെ പുനർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾക്കത് ഫീൽ ചെയ്യുന്നു. അപ്പൊ പ്രപഞ്ചം മുഴുവൻ അതിന്റെ ഓരോ സമയത്തും എന്ത് ചെയ്യപ്പെടുകയാണ്, ഇങ്ങനെ അതിന്റെ എക്സിസ്റ്റൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രകൃതിയെ കാണാൻ, ഇങ്ങനെ പ്രപഞ്ചത്തെ കാണാൻ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒരു വിധം ഒരു പ്രത്യേക കോസൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ ഒരു പ്രത്യേക വിസിബിൾ വേൾഡിൽ, പ്രത്യേക ഓഡിബിൾ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. 20 ഹെഡ്സിന്റെയും 20,000 ഹെഡ്സിന്റെയും ഇടയിലുള്ളത് മാത്രമേ മനുഷ്യന് കേൾക്കാൻ പറ്റുന്നുള്ളൂ. അതിന് മേലെയും താഴെയുള്ളത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേൾവിയിലൂടെ. ഒരു പാമ്പിന്റെ വിഷൻ തന്നെ ഡിഫറെന്റ് ആണ്. പാമ്പ് ഒരുപക്ഷെ നീലയും പച്ചയും കളറുകളും മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ ചില പാമ്പുകളുടെ വിഷൻ എടുത്ത് നോക്കിയാൽ. കാരണം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അത് മനുഷ്യന്റെ വിഷ്വൽ വേൾഡ് ആണ്. അപ്പൊ പാമ്പിന്റെ റിയാലിറ്റി തന്നെ വേറെയാണ്. പിന്നെ പാമ്പ് തന്റെ ഇരയെ മനസ്സിലാക്കുന്നത് തെർമൽ വിഷനിലൂടെയാണ്. ഇൻഫ്രാറെഡ്, ഹോട്ട് ബ്ലഡ് ഉള്ള ഈ ഇരയുടെ ശരീരത്തിൽ ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് പാമ്പ് അവിടെ കൃത്യമായ അകലത്തിൽ അതിന്റെ ചൂടിന്റെ ഒരു സെൻസർ, പാമ്പിന്റെ ശരീരത്തിലെ സെൻസർ ഉപയോഗിച്ചിട്ട് കൃത്യമായ അകലത്തിൽ ഒരു പ്രേ ഉണ്ട്, ഒരു ഇരയുണ്ട് എന്ന് പാമ്പ് മനസ്സിലാക്കുന്നു. അത് വേറെ വിഷനാണ്, നമുക്കില്ലാത്ത വിഷനാണ്. ഒരു കഴുകൻ ആകാശത്ത് നിന്നും എന്ത് മനസ്സിലാക്കുന്നു? കിലോമീറ്ററുകളോളം താഴെ കിടക്കുന്ന ഒരു മുയലിനെയോ കോഴിക്കുഞ്ഞിനെയോ സ്പോട്ട് ചെയ്യുന്നു. അത് കഴുകന്റെ റിയാലിറ്റിയാണ്. അപ്പൊ കഴുകന്റെ റിയാലിറ്റിയിലേക്ക് മാറിപ്പോവുകയെന്നുണ്ടെങ്കിൽ the world would have been absolutely different from our own world. അപ്പൊ ഇങ്ങനെ ഓരോ ജീവിയും വ്യത്യസ്തമായ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. നമ്മളും നമ്മുടേതായ ഒരു യുണീക്ക് റിയാലിറ്റിയിലാണ്, ഭൗതികമായ റിയാലിറ്റി അത് യുണീക്കാണ് എന്നാണ്, അതിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെയ്ത്ത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഓരോ ക്രിയേച്ചേഴ്സും അതിൻ്റെതായ റിയാലിറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഫെയ്ത്ത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഫെയ്ത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് എന്താണ്? അത് നമ്മുടെ ലോജിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഇമാമുമാര് ലോജിക്ക് ഇമ്പോർട്ടന്റ് ആണ്, മാത്രമല്ല ലോജിക്കിലൂടെ മാത്രമാണ് അള്ളാഹു എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിലേക്ക് എത്താൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ അവരാദ്യം സ്ഥാപിച്ചത് തന്നെ നോളജ് ഈസ് പോസിബിൾ എന്നാണ്. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിലൂടെ നോളജ് ആ ഒരു റീസണിങ്ങിലൂടെയൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്ത് അവസാനം ഒരു നോളജിലേക്ക് എത്തുമ്പോൾ ആ നോളജ് പോസിബിൾ ആണ്. അത് റിയൽ നോളജ്, അത് മായയല്ല. ഇപ്പൊ നമ്മളൊരു മരത്തെ കാണുന്നു, ഒരു മരത്തെ കാണുമ്പോൾ ശരിക്കും അത് മരമല്ല, തലച്ചോറ് നമ്മെ അങ്ങനെ തോന്നിപ്പിക്കുകയാണ് മരം ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ കണ്ണുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇലോൺ മസ്ക് ഒക്കെ വിശ്വസിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു തിയറി അതാണ്, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു അസംഷൻ അതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സിമുലേറ്റഡ് ആണ്. നമ്മൾ വീഡിയോയിലും ഫോട്ടോഷോപ്പിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആളുകളെ ഉണ്ടാക്കുമല്ലോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സിവിലൈസേഷൻ ക്രിയേറ്റ് ചെയ്ത കരുക്കൾ മാത്രമാണ് നമ്മൾ, സിമുലേറ്റഡ് ആണ് നമ്മളൊക്കെ എന്നാണ് അയാളുടെ ഒരു അസംഷൻ. പക്ഷെ ഇസ്ലാം മനുഷ്യന്റെ യുക്തി അത്രമേൽ മാനിക്കുന്നു. നമ്മൾ മനുഷ്യൻ എന്ന ജീവി കണ്ണുകൊണ്ട് കാണുന്നത് അത് റിയൽ ആണ്, അത് സിമുലേറ്റഡ് അല്ല, അല്ലെങ്കിൽ അത് ഇല്യൂഷൻ അല്ല, അത് അത് മറ്റൊരു സാധനമാണ്. പക്ഷെ തലച്ചോറ് അത് അങ്ങനെ ആയി തോന്നിക്കുകയാണ്, അതൊന്നുമല്ല. ഇറ്റ്സ് റിയൽ എന്ന് പറഞ്ഞാലേ നമുക്ക് ഈ കാണുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ, അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഈ കാണുന്നതൊന്നും ഉള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം മായയാണ്,
നോളജ് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയിലേക്ക് നമുക്ക് എത്താൻ പറ്റാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഷറഹുൽ ഹക്കായിദിലേക്ക് ആദ്യത്തെ വാചകം തന്നെ ഹക്കായിഖുൽ അഷിയ സാബിത എന്നാണ്. ഹക്കായിഖുൽ അഷിയ, വസ്തുക്കളുടെ എസൻസ് അത് സാബിത്തത്തുൻ, അത് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഓരോ വസ്തുവിനും അതിൻ്റെതായ എസൻസും എക്സിസ്റ്റൻസും ഉണ്ട്, അത് റിയൽ എക്സിസ്റ്റൻസ് ആണ് എന്നാണ് അവരതിലൂടെ വിശദീകരിക്കുന്നത്. പിന്നെ നമ്മൾ ആധുനിക ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോസൽ വേൾഡ് അള്ളാഹു നമുക്കിടയിൽ ഉണ്ടാക്കിയ ഒരു മറയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോസാലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ കോസാലിറ്റിയാണ് അതൊക്കെ ചെയ്യുന്നത് എന്നാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിന്റെ ഫലം നമ്മൾ കാണുന്നു, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോസൽ വേൾഡിന്റെ പവറാണ് എന്നുള്ളതാണ്. പക്ഷെ അല്ല, അത് അള്ളാഹുവിന്റെ ഇറാദത്തിന്റെ, അള്ളാഹുവിന്റെ വോലിഷന്റെ പവറാണ്. കോസൽ വേൾഡിലൂടെ അള്ളാഹു നമുക്കത് ചെയ്ത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ നമ്മൾ സമ്പാദിക്കുന്നു, നമ്മൾ ജോലി നേടുന്നു, നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നു, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു, അതിന്റെയൊക്കെ റിസൾട്ട് നമ്മൾ ജീവിതത്തിൽ കാണുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അത് എന്റെ പവറാണ്. പക്ഷെ ആക്ച്വലി അല്ല, അത് എന്റെ പവറാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം ഉള്ള ഒരു കോസൽ വേൾഡിൽ കുടുങ്ങിക്കിടക്കുകയാണ് മനുഷ്യൻ. അപ്പൊ ആ കോസൽ വേൾഡ് ഭൗതികമായ എന്റെ ഒരു അനുഭവം മാത്രമാണെന്നും അള്ളാഹുവാണ് പരമമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് ഒരു പക്ഷേ ഈ കോസൽ വേൾഡിനെ കുറിച്ചൊന്നും ഒരു 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 ധാരണയും ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വല്യമ്മമാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പൊ മോഡേണിറ്റിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അത് മനുഷ്യനെ സെൻട്രിക് ആക്കി, ഹ്യൂമൻ സെൻട്രിക് ആക്കി, ഗാഡ് സെൻട്രിക് പ്രീ മോഡേൺ സൊസൈറ്റിയിൽ നിന്നും മാറി ഹ്യൂമൻ സെൻട്രിക് ആക്കി കാര്യങ്ങളെ. എല്ലാം മനുഷ്യൻ തീരുമാനിക്കാം, മനുഷ്യൻ അവന്റെ എത്തിക്സും മൊറാലിറ്റിയും എല്ലാം മനുഷ്യർക്ക് തീരുമാനിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇന്നലെ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ സെൻട്രൽ പൊസിഷൻ തെറിച്ച് മനുഷ്യനെ സെൻട്രൽ ആക്കാനുള്ള ശ്രമം നടത്തി. അതോടുകൂടി ഇപ്പൊ മനുഷ്യന്റെ സെൻട്രൽ സ്ഥാനം നഷ്ടപ്പെടാൻ പോവാ. ഇപ്പൊ സ്പീഷിസിസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഫാസിസ്റ്റ് എന്ന് പറയുന്ന പോലെ. ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീനിലുള്ള ആളുകൾ മാത്രം, ബ്ലഡിലുള്ള ആളുകൾ മാത്രം ജീവിച്ചാൽ മതി, അല്ലാത്തവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ള ചിന്തയാണല്ലോ. സ്പീഷീസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സ്പീഷീസ് മാത്രം ഇവിടെ ഭൂമിയിൽ ഉണ്ടായാൽ മതി, ബാക്കിയുള്ളവരൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന ചിന്തയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് AI-യുടെയും ഒക്കെ കടന്നുകയറ്റത്തെ ജാഗ്രതയോടെ കാണുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് മനുഷ്യൻ വരുന്നു, മനുഷ്യൻ AI ഉണ്ടാക്കുന്നു, AI ഇങ്ങനെ പോകുക എന്നുണ്ടെങ്കിൽ മനുഷ്യനെ റീപ്ലേസ് ചെയ്ത് കളയും എന്ന് യുവാൽ ഹരാരിയെ പോലുള്ള ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോ അതിനെതിരെ ആശങ്കകൾ ഉയർത്തിയ ആളുകളെ ഇപ്പൊ എതിർക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? നിങ്ങൾ സ്പീഷീസിസ്റ്റ് ആവരുത്, അതായത് ഹ്യൂമൻ സ്പീഷീസിന് മാത്രമേ ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ഒരിക്കലും വാദിക്കരുത്. നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ പെടട്ടെ, AI-യുടെ കാലം വരികയാണെങ്കിൽ വന്നോട്ടെ, AI ഭൂമിയെ ഭരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പൊ മനുഷ്യനെ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട്, മനുഷ്യനെ എല്ലാത്തിന്റെയും സെന്റർ ആയിട്ട് പ്രതിഷ്ഠിച്ച ആധുനികത ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത് ഇനി മനുഷ്യനും നിലയും വിലയും കിട്ടാത്ത രീതിയിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കോസൽ വേൾഡിൽ ജീവിക്കുന്നു, ഫിസിക്കൽ വേൾഡിൽ ജീവിക്കുന്നു, അതേ സമയം തന്നെ നമുക്ക് തവക്കുൽ ഉണ്ടാവുന്നു. അതാണ് ഈ തവക്കുല് പ്രകടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദാരിദ്ര്യമൊക്കെ വരണം, അല്ലെങ്കിൽ നമുക്ക് ഒരു രോഗമൊക്കെ വരണം. നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും ഞാൻ ഭയങ്കര തവക്കുലുള്ള ആളാണ്, അല്ലെ, ഞാനെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭൗതികമായ എല്ലാ മാർഗങ്ങളും അടഞ്ഞ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. നമുക്ക് രോഗം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വളരെ താഴോട്ട് പോകുന്നു. നാളെ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, ആരെ സമീപിക്കും എന്നൊന്നുമില്ല. ആ വിഷയത്തിലൊന്നും ഒരു ഡിപ്പെൻഡൻസിയും കിട്ടാത്ത സമയത്ത് നമ്മൾ അള്ളാഹുവിൽ എത്രത്തോളം മുറുകെ പിടിക്കുന്നു, അതാണ് തവക്കുൽ. അപ്പൊ ഈ തവക്കുലിനെ നമ്മിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു രീതിയാണ് മോഡേണിറ്റി അവലംബിച്ചിട്ടുള്ളത്. എല്ലാത്തിന്റെയും സെൻട്രൽ പൊസിഷനിലേക്ക് ഭൗതികതയെ കൊണ്ടുവന്ന് നിർത്തി, എന്നിട്ട് അതിനോട് മാത്രം എൻഗേജ് ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ എന്നാക്കി. ഒരാൾ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായിരുന്ന, അയാൾക്ക് വിലപിടിപ്പുള്ള വാഹനം ഉണ്ടായി, അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നു, അയാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വ്യത്യാസപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അയാൾ ബ്രാൻഡ്
വസ്ത്രങ്ങളാണ് ഇപ്പോൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭൗതികമായ എല്ലാ നേട്ടങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു എന്നൊരാൾ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ ജോലി എന്താണ്, ആ ജോലി ഭൗതികമായിട്ട് എത്രത്തോളം ഹയർ ലെവലിൽ നമ്മളെ സോഷ്യൽ പൊസിഷനിങ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്. നേരെ മറിച്ച് അയാൾക്ക് അഹങ്കാരമുണ്ടോ, അയാൾക്ക് അസൂയയുണ്ടോ, അയാൾക്ക് ആർത്തിയുണ്ടോ, അയാൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷിയില്ലേ, അയാളുടെ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ടോ, അയാൾ ദേഷ്യം കടിച്ചു പിടിക്കാൻ കഴിയാത്ത ആളാണോ, അയാൾ കാരുണ്യവാനാണോ, ഇതൊന്നും നോക്കിയിട്ടല്ല ഒരാൾ സക്സസ്ഫുൾ ആണോ എന്ന് വിലയിരുത്തുന്നത്. ഇതൊക്കെ നോക്കിയിട്ട് സക്സസ്ഫുൾ ആയി, ഇതൊക്കെ നോക്കിയിട്ട് ഇതിലൊക്കെ വിജയിച്ചാലാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആവുക, അല്ലേ? ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷിയില്ലെങ്കിൽ, ഒരാൾ ആർത്തിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഒരാള് പിന്നെ അഹങ്കാരിയാണെങ്കിൽ, ഒരാൾ ഈഗോ എപ്പോഴും ഹേർട്ടാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് കാരുണ്യമില്ലെങ്കിൽ അയാൾക്ക് പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല, അയാൾ സക്സസ്ഫുൾ അല്ല. പക്ഷെ മോഡേണിറ്റി നമ്മെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ വേറെ വിഷയം, അത് നിന്റെ പേഴ്സണൽ സൈക്കോളജിയും ഇൻഡിവിജ്വൽ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട വിഷയം. അതിനൊന്നും നന്നാക്കാൻ ഹോസ്പിറ്റൽസും ഇല്ല, ഒന്നുമില്ല. അഹങ്കാരം ഇല്ലാതാക്കാൻ, അസൂയ ഇല്ലാതാക്കാൻ ഹോസ്പിറ്റൽസും സംവിധാനങ്ങളും ഇല്ല. പക്ഷെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കെട്ടുപിണഞ്ഞ് ആധുനികത നമ്മുടെ മുന്നോട്ട് വെക്കുന്ന ഒരു ഭൗതിക ലോകത്തിന്റെ ഒരു വീക്ഷണമുണ്ട്, അതവിടെ കിടക്കുന്നു. നമ്മുടെ ലോകവീക്ഷണം മുന്നോട്ട് വെക്കുന്ന ഒരു ഭൗതിക ലോകത്തിന്റെ വീക്ഷണമുണ്ട്. അത് അമൽ ഹയാത്ത് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, നമ്മളൊക്കെ വഞ്ചിതരായി പോകുന്ന കേവലം ഒരു ചരക്ക് മാത്രമാണ് ഈ ദുനിയാവ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഭൗതിക ജീവിതം വേണം, അതുപോലെ ലോജിക്ക് വേണം, ഫെയ്ത്തും വേണം, മൂന്നും വേണം. പക്ഷെ അതിന്റെ ഒരു ബാലൻസിങ് ആണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇതാണ് നമ്മളെ ഒരു കൺക്ലൂഷൻ, ഇന്നത്തെ ഒരു പഞ്ച് ലൈൻ അതാണ്. അപ്പൊ ആധുനിക ലോകം നമുക്ക് മുമ്പിൽ ഭൗതികമായ ഒരുപാട് സൗകര്യങ്ങൾ കൊണ്ടുവന്നു, ശരിയാണ്. ഈ സൗകര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഓരോ നിമിഷവും അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് അനുഭവിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ക്ഷമയോടെ നിൽക്കുക എന്നുള്ളതാണ്. ഇതാണ് അതിലുള്ള ബാലൻസിങ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഏത് ആൾക്കും ഏത് നിന്ന നിൽപ്പിൽ അള്ളാഹുവിനോട് അടുക്കാമെന്നുള്ളതാണ്. ഇപ്പോ നല്ല സമ്പത്തും നല്ല ജീവിത സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് റബ്ബ് എനിക്ക് ഇതൊക്കെ തന്നല്ലോ എന്ന് കരുതി അള്ളാഹുവിനോട് അടുക്കാം. ഇതൊന്നും ഇല്ലാത്ത ആൾക്ക് റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ ക്ഷമയോടെ നിൽക്കണം, ഞാൻ അക്ഷമ കാണിക്കരുത് എന്ന് കരുതി അങ്ങനെ വിശ്വാസം ആർജിച്ച് അങ്ങനെയും അള്ളാഹുവിനോട് അടുക്കാം. പക്ഷെ ബുദ്ധിസത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലോ ഒന്നും ഇങ്ങനെയല്ല. ലൗകികമായ സുഖങ്ങളൊക്കെ ഉപേക്ഷിക്കണം, അവരാണ് അള്ളാഹുവിനോട് ദൈവത്തോട് ഏറ്റവും അടുത്ത ആളുകളായി തീരുക. കന്യാസ്ത്രീകളാണെങ്കിലും അവരൊക്കെ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പണിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് അള്ളാഹു നൽകിയതാണ് എന്ന കൃത്യമായ ബോധ്യം ഉണ്ടാവുകയും നമ്മൾ നന്ദിയുള്ളവരാകുകയും ചെയ്യാന്നുണ്ടെങ്കിൽ ഡൺ, നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ പറ്റുന്നു. വളരെ താഴ്ന്ന ലെവലിലുള്ള ആളുകൾക്കും അള്ളാഹുവിനോട് അടുക്കാൻ പറ്റും. നിന്ന നിൽപ്പിൽ ആത്മീയ ലോകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. അപ്പോ നമ്മൾ ലോജിക്ക് എന്ന് പറയുമ്പോഴും ഫെയ്ത്ത് എന്ന് പറയുമ്പോഴും മോഡേണിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആധുനികമായ ഭൗതികമായ ലോകത്തിന്റെ അതിപ്രസരം, സുഖങ്ങളുടെ അതിപ്രസരം, ഇത് മൂന്നാണെന്നുണ്ടെങ്കിലും ഇത് മൂന്നും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ മിടുക്ക്. അത് പല ആളുകളുടെയും സ്വാലിഹ്യങ്ങളായ മനുഷ്യരുടെയൊക്കെ ജീവിതം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. സൂഫികളൊക്കെ പറയുന്നത്, നിങ്ങൾ ശുക്ർ കൊണ്ട് അടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു സബർ കൊണ്ട് നിങ്ങളെ അടുപ്പിക്കാനുള്ള മാർഗം കാണിക്കുന്ന, അള്ളാഹുവിനോട് അടുപ്പിക്കാനുള്ള മാർഗം. അപ്പൊ നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും രോഗങ്ങൾ അള്ളാഹു നൽകിയിട്ട് സബർ കൊണ്ട് അള്ളാഹു നമ്മെ അവനിലേക്ക് അടുപ്പിക്കും. എന്തിനായാലും അള്ളാഹുവിന് നമ്മളെ വേണം എന്നുള്ളതാണ് സൂഫികളുടെ ഒരു ടേംസ്. അങ്ങനെയാണ് അവരങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ലോജിക്ക് ഉണ്ട്. ആ ലോജിക്ക് തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഫെയ്ത്ത് ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഫെയ്ത്ത് ലോജിക്ക് ഉപയോഗിച്ച് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഞാൻ നിർത്തുകയാണ്, ലോജിക്ക് കൊണ്ട് നമുക്ക് എല്ലായിടത്തേക്കും എത്താൻ കഴിയില്ല. ഒരു സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് നിൽക്കുന്നു. പിന്നെ നമ്മുടെ ലോജിക്ക് തന്നെ പറയുന്നത് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇനി ഫെയ്ത്തിന്റെ അനുഭവത്തിന്റെ ഒരു തലമുണ്ട്, ആ തലം നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് തേടിയിട്ടാണ് ഗസാലി ഇമാം ഒരുപാട് വർഷങ്ങൾ അലഞ്ഞ് യാത്ര ചെയ്ത് ശരീരത്തെ മെരുക്കിയെടുത്ത് ഭക്ഷണം കൊണ്ടും എല്ലാ സുഖങ്ങളിൽ നിന്നും പിന്നെ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് അതിനോട് സ്വീകരിച്ച് പിന്നെ അനുഭവത്തിലൂടെ ഫെയ്ത്തിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയത് അങ്ങനെയാണ്. അപ്പൊ രണ്ടും തമ്മിൽ ഒരിക്കലും എന്തല്ല,
കോൺട്രാഡിക്ടറി അല്ല. അതിനെ കോൺട്രാഡിക്ടറി ആക്കാനുള്ള ശ്രമം പല ട്രഡീഷനിലും നടന്നിട്ടുണ്ട്. ലോജിക്ക് പാടില്ല, ലോജിക്ക് ബേസ് ചെയ്തിട്ട് പോകാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല, ലോജിക്കിന് അതിൻ്റെതായ ഒരു ഡൊമൈൻ ഉണ്ട്, അതേസമയം ഫെയ്ത്തിന് അതിൻ്റെതായ ഡൊമൈൻ ഉണ്ട്. രണ്ടും പരസ്പരം ഒന്നിനെ സഹായിക്കുന്നു, സപ്പോർട്ടിങ് ഈച്ച് അതർ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അള്ളാ പറഞ്ഞപ്പോൾ അധികമായി പോയോന്നറിയില്ല. ഏതായാലും നിങ്ങൾ ശ്രവിച്ചിരുന്നതിന് നന്ദി. നിങ്ങൾക്കും എനിക്കും ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന അമലായിട്ട് എൻ്റെ ഈ സംസാരവും ചിന്തയും ആലോചനയും നിങ്ങളുടെ കേൾവിയും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. വഫഖനല്ലാഹ്. ഈ പ്ലാറ്റ്ഫോം ഇന്നത്തെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹ് ഹുദവി. വഅലൈക്കും സലാം. ഗഹനമായതും നമ്മുടെ ചിന്തകൾക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടും നടത്തിയ ഉദ്ഘാടന പ്രഭാഷണത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഈ കോഴ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ട്രസ്റ്റിന്റെ ചെയർമാനും എഡ്യൂക്കേഷണൽ മോട്ടിവേറ്ററുമായ പ്രിയങ്കരനായ ഡോക്ടർ നിസാമുദ്ദീൻ MP ക്ഷണിക്കുന്നു. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ, ഫെയ്ത്ത്, റീസൺ ആൻഡ് മോഡേണിറ്റി ആൻ ഇസ്ലാമിക് ഇന്റലക്ച്വൽ പെർസ്പെക്റ്റീവ് എന്നതാണ് നമ്മുടെ കോഴ്സിന്റെ ടൈറ്റിൽ. ഇതേക്കുറിച്ച് വളരെ നല്ല രീതിയിലൊരു എക്സ്പ്ലനേഷൻ ഹുദവി സാഹിബ് തരികയുണ്ടായി. ഈ കോഴ്സിന്റെ ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി നടന്ന ക്ലാസ്സുകളുടെ 6ാമത്തെ ബാച്ചാണ് ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്. എന്താണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്നതാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. കോഴ്സിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് അതിന്റെ ക്ലാസ്സുകളെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയായിരിക്കും ആരംഭിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ആ മനുഷ്യന്റെ മരണശേഷം അവന്റെ ആഖിറത്തിൽ ഉപകാരപ്പെടുക. അതായത് ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും അവൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ മരണശേഷവും അവന് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിലും അത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുടെ എണ്ണം വ്യത്യസ്ത രീതിയിൽ പറയുന്ന 3 ആണെന്നും 7 ആണെന്നും എല്ലാം പറയുന്ന ഹദീസുകൾ നമുക്ക് മുന്നിലുണ്ട്. ഈ ഹദീസുകളെല്ലാം സംഗ്രഹിച്ചിട്ട് പണ്ഡിതന്മാർ 4 കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങൾ ആണ് ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും അവൻ എന്ത് പാദമുദ്രയാണ് ഈ ലോകത്ത് അവശേഷിപ്പിച്ചു പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവന്റെ മരണത്തിന് ശേഷവും അവന് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും 1ാമത്തെ കാറ്റഗറിയാണ് ബെനിഫിഷ്യൽ നോളജ്. അതായത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന അറിവിനെ പ്രചരിപ്പിക്കുക, അറിവിനെ ആർജിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ആളുകൾക്ക് ഉപകാരപ്പെടുക. അറിവ് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു കുട്ടിയെ ഒരു ദുആ പഠിപ്പിച്ചാൽ ആ കുട്ടിയെ ദുആ ചൊല്ലുന്നു. അപ്പോൾ ആ കുട്ടിക്കും അതോടൊപ്പം ആ കുട്ടിയെ ദുആ പഠിപ്പിച്ച ആളുകൾക്കും പ്രതിഫലം ലഭിക്കുന്നു. അതുപോലെ ആ കുട്ടി മുതിർന്ന് വലുതാവുമ്പോൾ ആ കുട്ടി അതുപോലെ മറ്റുള്ളവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ വളരെ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ അറിവ് പ്രചരിപ്പിക്കുമ്പോൾ അത് നമുക്ക് മരണത്തിന് ശേഷവും ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായി മാറുന്നു.
ഇത്തരം കാര്യങ്ങളിൽ രണ്ടാമത്തത് മനുഷ്യരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ലഘൂകരിക്കുന്ന തരത്തിലുള്ള മാർഗങ്ങൾ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റിംഗ് ദി കംഫർട്ട്സ് ഓഫ് ലൈഫ്. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളമില്ലാത്ത ഒരു ഗ്രാമത്തിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക, വീടില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു നാട്ടിൽ ഭക്ഷണം വിതരണം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന കാര്യങ്ങൾ. മൂന്നാമത്തത് റിലീജിയസ് ആൻഡ് ദാവ പ്രൊജക്ട്സ്. മതപരവും ദാവ റിലേറ്റഡുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക, അല്ലെങ്കിൽ അതിന് ധനസഹായം ചെയ്യുക, അതുകൊണ്ട് ആ രീതിയിൽ അവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് റൈറ്റിയസ് ചിൽഡ്രൻ. നല്ല സന്താനങ്ങളെ വളർത്തി വലുതാക്കി സമൂഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല സന്താനങ്ങളെ വളർത്തി വലുതാക്കുക. നല്ല സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് മതപരമായ അറിവും ധാർമ്മികമായ ഉൾക്കാഴ്ചയും എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതിൽ പാരൻസ് ശ്രദ്ധ ചെലുത്തണം. ഇങ്ങനെ 4 കാര്യങ്ങളെയാണ് മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ എന്ത് പാദമുദ്രയാണ് ഇവിടെ പതിപ്പിച്ചു പോകേണ്ടത് എന്ന അർത്ഥത്തിൽ പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കോഴ്സും ഇറ്റ്സ് എ ഫണ്ടമെന്റലി ആൻ എക്സസൈസ് ഇൻ അക്വയറിംഗ് ആൻഡ് അപ്ലൈയിങ് ബെനിഫിഷ്യൽ നോളജ്. ഇതിന്റെ ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരു പാദമുദ്ര പതിപ്പിക്കുന്നതിനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കോഴ്സിലൂടെ ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ഈ കോഴ്സ്? ആദ്യമേ തന്നെ ദുബൈ സാഹിബ് പറഞ്ഞതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെട്ടു. എന്ത് തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾക്ക് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകൾ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളെ നയിക്കുന്ന ചിന്താഗതികൾ എന്താണ് എന്നതിനെ അറിഞ്ഞ് നമ്മൾ ഇതിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നിയന്ത്രണം പാലിക്കാൻ സാധിക്കും. പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിൽക്കും. അല്ലെങ്കിൽ ചുറ്റുപാടുകൾ എന്താണ് നമ്മുടെ ചുറ്റുപാടുകൾ എന്ന് അറിയാതെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അറിയാതെ ചുറ്റുപാടുകളുടെ ഭാഗമായി മാറുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ചിന്താഗതിയെല്ലാം ഭൗതികമാണ്. ഉദ്ഭൂത വിസാഖ് പറഞ്ഞതുപോലെ ഭൗതികതയാണ്, ഭൗതിക വിജയമാണ് മനുഷ്യന്റെ അൾട്ടിമേറ്റ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ ചിന്താഗതി എന്ന് തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിൽ ശ്രദ്ധയോടെ തഖ്വയോടെ കൂടി ജീവിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിൽക്കും ഇൻഷാ അല്ലാഹ്. പക്ഷെ അതറിയാതെ ആളുകൾ പലപ്പോഴും പറയും, എന്തിനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്, നമ്മളങ്ങ് ജീവിച്ചു പോയാൽ പോരെ ചിന്തിക്കും. ഈ ഒരുപാട് ആഴത്തിൽ ചിന്തിച്ച് തലകൊണ്ടാക്കൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ കുറച്ച് വ്യക്തിപരമായ ആരാധനകളുമായിട്ടങ്ങ് കഴിഞ്ഞു പോയാൽ മതി. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ഇന്നത്തെ സമൂഹത്തെ വാർത്തെടുത്തിരിക്കുന്ന ചിന്താഗതികളെല്ലാം തന്നെ ഭൗതികമാണ്. എന്താണ് റിയാലിറ്റി, എന്താണ് നോളജ് തുടങ്ങിയ ചിന്താഗതികളെല്ലാം തന്നെ മോഡേണിറ്റി, ഒരു വെസ്റ്റേൺ ആധുനികതയുടെ അടിസ്ഥാനത്തിൽ ഷേപ്പ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മളും ആ ഒഴുക്കിൽ അങ്ങ് പെട്ടുപോകും. അതിന്റെ പ്രയാസങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ എത്തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഒന്ന്, ലോസ് ഓഫ് ദ സോക്രാറ്റിക് ഐഡിയൽ. എന്താണ് സോക്രാറ്റിക് ഐഡിയൽ? സോക്രാറ്റീസ് പറഞ്ഞു, ദി ഓൺലി ട്രൂ വിസ്ഡം ഈസ് ഇൻ നോയിങ് യു നോ നത്തിങ്. നമുക്ക് ഒന്നും അറിയില്ല എന്ന് ചിന്തിക്കാൻ ഒരു മനുഷ്യൻ തുടങ്ങുന്നിടത്താണ് അവന്റെ യഥാർത്ഥ പാണ്ഡിത്യം ആരംഭിക്കുന്നത്. അപ്പൊ എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നൊരു മനുഷ്യൻ ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് അവന്റെ യഥാർത്ഥ പാണ്ഡിത്യം ആരംഭിക്കുന്നത് എന്നാണ് സോക്രട്ടീസ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് നോക്കൂ. ഇന്ന് എന്താണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഐ നോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ മീ. എനിക്കെന്താണ് നല്ലതെന്ന് എനിക്കറിയാം, അതാരും എന്നെ ഉപദേശിക്കേണ്ടതില്ല. മൈ ലൈഫ് മൈ റൂൾസ്. എൻ്റെ ജീവിതം എൻ്റെ നിയമങ്ങൾ. എൻ്റെ ജീവിതത്തിൽ എന്താണ് നിയമങ്ങൾ വരേണ്ടത്, എന്ത് നിയമങ്ങളാണ് ഞാൻ അനുസരിക്കേണ്ടതെന്ന് എനിക്കറിയാം, അതാരും ഉപദേശിക്കേണ്ടതില്ല. ഓൺലി വൺ ലൈഫ്, എൻജോയ് ഇറ്റ്. ഒരു ജീവിതമേ ഉള്ളൂ, അത് ആസ്വദിക്കുക. ഇതൊക്കെ ഒറ്റപ്പെട്ട ഏതാനും സ്ലോഗൻസ് അല്ല. വലിയ അളവിൽ മുസ്ലിങ്ങൾ പോലും ഇതെല്ലാം ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മൈ ലൈഫ് മൈ റൂൾസ്, ഓൺലി വൺ ലൈഫ്, എൻജോയ്. ഇതെല്ലാം പറയുമ്പോൾ പക്ഷേ പലരും മനസ്സിലാക്കുന്നില്ല എന്താണ് ഇതിൻ്റെയൊക്കെ ഡീപ്പ് മീനിങ് എന്ന്.
അപ്പോൾ നമ്മൾ ഡെത്ത് ഓഫ് വിസ്ഡം ആണ്, ഒരു വിവേകത്തിന്റെ മരണം. വിവേകം ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നിർഭാഗ്യവശാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് എന്ന്, ആളുകൾ ചില ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ അത് ശരിയാണോ, ആ രീതിയിലാണോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് is largely lacking from the current population. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജനങ്ങളെ സോഷ്യൽ മീഡിയ വഴിയും മറ്റു മാർഗങ്ങൾ വഴിയും രാഷ്ട്രീയ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ് വഴിയൊക്കെ ഈസിലി കൺട്രോളബിൾ ആണ്. ആളുകളെ ഏത് രീതിയിലും വളച്ചൊടിച്ച് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ, സ്ഥാപിത താല്പര്യങ്ങളെ നടത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദി റിയൽ ഐഡിയൽസ് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സോഷ്യൽ ഡീക്കേ, നമുക്കറിയാം നമ്മുടെ പബ്ലിക് ഡിസ്കോഴ്സ് ആരാണ് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുന്ന ആളാണെന്ന് ജയിക്കുക. അല്ലാതെ ഒരു കാര്യത്തെ അതിൻ്റെ എല്ലാ കോംപ്ലക്സിറ്റിയും മനസ്സിലാക്കി അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ വേണ്ട രീതിയിൽ അവലോകനം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിതെറ്റുകളെ തീരുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് വിലയില്ല. നമ്മൾ ചാനൽ ചർച്ചകൾ കണ്ടാൽ തന്നെ അറിയാം ആരാണതിൽ ജയിക്കുക. റിട്ടറിക്കൽ ആൻസേഴ്സ് പറഞ്ഞുകൊണ്ട് മറ്റേ എതിരാളിയെ പറഞ്ഞ് അടിച്ച് ഇരുത്തുന്നവനാണ് വിജയ്. അല്ലാതെ ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി എന്നിട്ട് ശരിയായൊരു തീരുമാനം എടുക്കുന്ന ആളുകൾ തിരസ്കരിക്കപ്പെടുന്നു. അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഡീക്കേ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിലാണ് നമ്മളൊരു ക്രിട്ടിക്കൽ ഷിഫ്റ്റ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റേജ്, അതോടൊപ്പം തന്നെ ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ, കാര്യങ്ങളെ വളരെ ലളിതവൽക്കരിച്ച് ജസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി മനസ്സിലാക്കുന്നതിന് പകരം കാര്യങ്ങളെ കെയർഫുൾ കൺസിഡറേഷൻ, ഓരോന്നിനും അതിൻ്റെതായ സീരിയസ്നെസ് കൊടുത്ത് പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ കൈക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട്. അതാണ് ഈ കോഴ്സിന്റെ ഒരു പർപ്പസ്. നമ്മുടെ സമൂഹത്തിന് മറ്റു ചില ഇഷ്യൂസ് എന്താണ്? ഒന്ന്, എലിവേഷൻ ഓഫ് ദി സൂപ്പർഫിഷ്യൽ. ആഴത്തിൽ മനസ്സിലാക്കി സംസാരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വിലയില്ല. പകരം ആരാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ? എന്റർടൈനേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ആർക്കാണ് കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോ അപ്പ് ഉള്ളത്? ഇവരൊക്കെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന സോ കോൾഡ് പീപ്പിൾ വർത്തി ഓഫ് ഫോളോയിങ് അല്ലേ? അപ്പോൾ കുറേ ജോക്സും എന്റർടൈൻമെന്റും മ്യൂസിക്കും ഒക്കെയുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കിട്ടാൻ അത് കാണാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു ജീവിതത്തെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വീഡിയോ കാണാൻ നൂറുകണക്കിന് അല്ലെങ്കിൽ 1000കണക്കിന് മാക്സിമം ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ആഴത്തിലുള്ള ചിന്തകൾക്കൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാതെ വെറും എന്റർടൈൻമെന്റിനും സൂപ്പർഫിഷ്യാലിറ്റിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾ പറയുന്ന പല ഫൂളിഷ്നെസ്, യാതൊരു സീരിയസ്നെസ്സും ഇല്ലാത്ത കാര്യങ്ങൾ, വളരെ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തമാശ എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ ചിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയെല്ലാം ഒരു തമാശയുടെ പുതപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച് വെറും ഫൂളിഷ്നെസിന്റെ മേലെയും അർത്ഥമില്ലായുടെ മേലെയും ജീവിക്കുന്ന ഒരു സമൂഹം. നോം ചോംസ്കി ഒരിക്കൽ പറയുകയുണ്ടായി, പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് limit the spectrum of acceptable opinion while encouraging lively debate within safe boundaries to mass control. ആളുകൾക്ക് എന്ത് ചിന്തിക്കാം, എന്ത് ചിന്തിക്കരുത് എന്ന് ആദ്യമേ തീരുമാനിച്ച് ഉറപ്പിക്കുന്നു. എന്നിട്ട് ഇത്ര മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ മൊത്തം കാര്യങ്ങളിൽ നിന്ന് ചെറിയൊരു കാര്യം കാർവ് ചെയ്തെടുത്തിട്ട് ഇത് മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തും ഡിബേറ്റ് ചെയ്തോളൂ. അപ്പൊ ആ തരത്തിൽ ആളുകളെ ഒരേ സമയം നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുകയും എന്നാൽ നമ്മുടെ ചിന്തയെ ലാർജ്ലി ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്,
ഇതിനെ പറ്റിയിട്ട് പലതും നമ്മൾ ഇന്ന് കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. എങ്ങനെയാണ് ചില എലീറ്റ് ആൾക്കാർ, ഇലുമിനാറ്റി, സയനിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ആളുകളെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. നമ്മളൊരു വ്യക്തിയെ ഒരു കൂട്ടിലിട്ട് അടച്ചിട്ട് ഇനി ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന പോലെയാണ് പലപ്പോഴും നമുക്ക് ഈ ലോകം അനുഭവപ്പെടുക. അപ്പൊ ഇത്തരമൊരു ലോകത്തിൽ നമുക്ക് വി ഹാവ് ടു റീക്ലെയിം അവർ വിസ്ഡം. The path forward requires a conscious return to depth, honest inquiry and rigorous practice of independent thinking. അപ്പൊ നമ്മൾ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ അതിന്റെ ആഴത്തിലേക്ക് പോയിട്ട് അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കി ശരിയ തെറ്റുകൾ തീരുമാനിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഇൻഷാല്ലാ ഈ കോഴ്സിൽ നമുക്ക് ലഭിക്കുക. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ ഒരു സംഗ്രഹവും ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സ്ലൈഡിലുള്ളത്. നമ്മുടെ സമൂഹം predominantly is shaped by secular worldviews. പിന്നീട് വിശദാംശങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സുകളിൽ കടക്കാം. Religious truth claims are dismissed as irrational, subjective and or inaccessible. മതപരമായ അറിവുകളെല്ലാം ഇറാഷണൽ ആണ്, അല്ലെങ്കിൽ യുക്തിപരമല്ല, അത് സബ്ജക്റ്റീവാണ്, ഓരോ മനുഷ്യർക്കും ഫീൽ ചെയ്യുന്നത് മാത്രമാണ്, അല്ലെങ്കിൽ അത് മനുഷ്യന്റെ യുക്തിക്ക് പ്രാപ്യമല്ല, അപ്രാപ്യമാണ് തുടങ്ങിയ ചിന്താഗതികളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വാർത്തെടുത്ത് നിലനിർത്തുന്ന ചിന്തകളിൽ പെട്ടതാണ്. പബ്ലിക് ലൈഫ് അതുകൊണ്ട് തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പബ്ലിക് ലൈഫിലേക്ക് വരാൻ പാടില്ല. പബ്ലിക് ലൈഫ് എന്നുള്ളത് ന്യൂട്രൽ ആയിരിക്കണം, അത് മനുഷ്യന്റെ റാഷണാലിറ്റിയുടെ മാത്രം അടിത്തറയിൽ വാർക്കപ്പെട്ടതായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണിത് ഉള്ളത്. ഹ്യൂമൻ ഫുൾഫിൽമെന്റ് ഇസ് അഗ്രസീവ്ലി റീഡിഫൈൻഡ് ആസ് മെറ്റീരിയൽ പ്രോഗ്രസ്. അത് നമ്മുടെ റഷീദ് ഹുദവി സാഹിബ് പറഞ്ഞ പോലെ മനുഷ്യന്റെ വിജയം എന്താണ് എന്ന് വെച്ചാൽ അത് വെറും ഭൗതിക വിജയമായിട്ടാണ് ആധുനിക സമൂഹം നിർവചിക്കുന്നത്. റിലീജിയൻ ഇസ് സ്ട്രിക്ട്ലി ക്വാറന്റൈൻ ടു ദി പ്രൈവറ്റ് സ്ഫിയർ ഓഫ് പേഴ്സണൽ ലൈഫ്. നമ്മൾ വ്യക്തി ജീവിതത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നാണ് റിലീജിയൻ, അതിനെ പൊതുസമൂഹത്തിലേക്ക് വരുത്താൻ പാടില്ല എന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു ശരിയാണ്. പലപ്പോഴും സമൂഹത്തിന്റെ ശരികൾ യൂണിവേഴ്സൽ ട്രുത്തായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ എന്നിട്ട് ഈ യൂണിവേഴ്സൽ നമ്മൾ റിസീവ് ചെയ്യുന്ന സമൂഹത്തിന്റെ ശരിക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മതത്തെയും ആ രീതിയിൽ വാർക്കാൻ ശ്രമിക്കും, നമ്മുടെ ദീനിനെയും ആ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് ആക്കിയെടുക്കാൻ പലപ്പോഴും പണ്ഡിതന്മാർ പോലും ഈ കാര്യത്തെ പറ്റി വേണ്ട രീതിയിൽ അറിവില്ലാതെ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഇസ്ലാം എന്നത് വെറും ഒരു പേഴ്സണൽ ബിലീഫാണ്, അതൊരു വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒതുക്കി നിർത്തേണ്ടതാണ്, അല്ലെങ്കിൽ സമൂഹത്തിലേക്കോ ഒന്നും ഇസ്ലാമിന്റെ മൂല്യങ്ങളും ഒന്നും കൊണ്ടുവരേണ്ടതില്ല, അവിടെയൊക്കെ മറ്റു ആധുനിക മൂല്യങ്ങളുണ്ട് എന്ന വാദങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഇത്തരം മോഡേണിസ്റ്റ് ചിന്താഗതിയിൽ നിന്നാണ്. അടുത്ത ക്ലാസ്സുകളിൽ അതേപ്പറ്റി വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ഒരു ഇമാജിനറി ഷിപ്പാണ്, റിയൽ ഷിപ്പ് അല്ല, ഇമാജിനറി ഷിപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു വയ്ക്കാം. അപ്പൊ ഈ ഷിപ്പിന്റെ മേൽത്തട്ട് ഒരു ആഡംബര കപ്പലാണ്, വെരി ലക്ഷൂറിയസ്. ഇതിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഇതിൽ ധാരാളം ഡെക്കുകളുണ്ട്. ഈ ഡെക്കുകളിലെല്ലാം വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള റൂംസ് ഉണ്ട്, വളരെ ലക്ഷൂറിയസ്, എല്ലാ തരത്തിലുള്ള ലക്ഷൂറീസും ഈ റൂമിൽ ലഭ്യമാണ്. കൂടാതെ ഇതിന്റെ മേലെ പലതരത്തിലുള്ള ഓഡിറ്റോറിയം, പലതരത്തിലുള്ള സ്റ്റേഡിയംസ് ഉണ്ട്, ഫുട്ബോൾ സ്റ്റേഡിയം വരെ ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ബാറുകളുണ്ട്, ഡാൻസ് സ്റ്റേജസ് ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അങ്ങനെ എല്ലാം ഉള്ള ഒരു ഷിപ്പ്. ആ ഷിപ്പിന്റെ അടിത്തറ, അതിന്റെ ബേസ് പക്ഷെ വളരെ നുരുമ്പിച്ച്, ബലഹീനമായ, തുരുമ്പിച്ച് വൃത്തികെട്ടതാണ് എന്ന് കരുതുക. അങ്ങനെ ഒരു ഇമാജിനറി ഷിപ്പിനെ നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ആ ഷിപ്പിന്റെ മേൽത്തട്ടുകളെ റെപ്രസെന്റ് ചെയ്യുന്നവയാണ് വേരിയസ് ഐഡിയോളജീസ്. ലിബറലിസം, മെറ്റീരിയലിസം, കമ്മ്യൂണിസം, മോഡേണിസം, LGBT, ലിബറൽ ഇസ്ലാം, മോഡറേറ്റ് ഇസ്ലാം, അബ്രഹാമിക് റിലീജിയൻ, ഇങ്ങനെ വരുന്ന ഈ ലിസ്റ്റ് ഇനി വളരെയധികം ഉണ്ട്. ഈ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഷിപ്പിന്റെ മേൽഭാഗത്തെ ഡെക്കുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ താഴെയോ അതിന്റെ അടിത്തട്ട് പക്ഷെ വളരെ മോശമാണ്, ബലഹീനമാണ്, തുരുമ്പിച്ചതാണ്, നുരുമ്പിച്ചതാണ്, വൃത്തികെട്ടതാണ്. യാതൊരു അടിത്തറയും ഇല്ലാത്ത രീതിയിലാണ് ഷിപ്പിന്റെ അടിത്തറയുള്ളത്. ഈ ഷിപ്പാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ
യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന മോഡേണിറ്റി. സാധാരണ ആളുകളൊക്കെ ഈ ഷിപ്പ് വന്നിട്ടൊരു തുറമുഖത്ത് ഒരു പോർട്ടിൽ നിർത്തുമ്പോൾ അവിടുന്ന് ഈ മേലെ തട്ടിലേക്ക് മാത്രം കയറുന്നു. എന്നിട്ട് അവരവരുടെ റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് മേലെ തട്ടിൽ ലഭ്യമായ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നു. ഇവരെ താഴെ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും ആളുകൾ ആലോചിക്കാറേയില്ല. പക്ഷെ നമ്മൾ ഈ കോഴ്സിൽ ചെയ്യുന്നത് മേലെ തട്ടിലേക്ക് കയറുകയല്ല. നേരെ മറിച്ച് ആദ്യം നമ്മൾ ഈ ഷിപ്പിന്റെ അടിത്തട്ട് പൂർണ്ണമായും പഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷിപ്പിന്റെ അടിത്തട്ടിനെ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കോഴ്സിൽ മേലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആധുനിക ലോകവീക്ഷണങ്ങളെല്ലാം അടിത്തറ എന്താണ് എന്ന് നമ്മൾ ആധികാരികമായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇൻഷാ അല്ലാഹ് ഈ ഷിപ്പിന്റെ മേലെത്തട്ടിലേക്ക് പോയിട്ട് കാണുക. അതുകൊണ്ട് നേരിട്ട് ഈ മേലെത്തട്ടിലേക്ക് കയറുന്ന ഒരു മോഡേണിസ്റ്റിന്റെ ഒരു ആവറേജ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ആവറേജ് മനുഷ്യൻ ഒരു മോഡേണിസ്റ്റ് ആണ്. കാരണം അവന്റെ മൂല്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ലെങ്കിൽ അവന്റെ മൂല്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നത് ഒരു വെസ്റ്റേൺ മോഡേണിസം തിന്നാണ്. അതേ പറ്റിയിട്ട് ആരും പഠിക്കുകയൊന്നും വേണ്ട. വെള്ളത്തിൽ ജീവിക്കുന്ന മീൻ എന്തായാലും നനയുമല്ലോ, അതുപോലെയാണ് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഈ വെള്ളത്തിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇത്തരം ട്രാപ്പുകളിൽ നിന്ന്, ഐഡിയോളജിക്കൽ ട്രാപ്പിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനും കാര്യങ്ങളെ കുറേ കൂടി ആധികാരികമായിട്ട് വിലയിരുത്താനും സാധിക്കും. പുറമേ നിന്ന് നോക്കിക്കാണാനും സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ അതിലേക്ക് ഗൈഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ലൈഡിൽ ഉള്ളത്. ഒന്ന്, മോഡേൺ സെക്യുലർ അസംഷനിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോഗ്രസും വേൾഡ്ലി സക്സസും ആണ്. ഇസ്ലാമിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് ഹ്യൂമൻ ഫുൾഫിൽമെന്റ് ആൻഡ് എറ്റേണൽ ഇൻവെസ്റ്റ്മെന്റ്, പരലോക വിജയമാണ് ഇസ്ലാമിലെ അൾട്ടിമേറ്റ് ഗോൾ. റിലിജിയൻ എന്നുള്ളത് മനുഷ്യന്റെ പ്രൈവറ്റ് സ്ഫിയറിലേക്ക്, വ്യക്തിപരമായ കോണറുകളിലേക്ക് മാത്രം ഒതുക്കി നിർത്തേണ്ടതാണെന്ന് മോഡേൺ സെക്യുലർ വ്യൂ വിശ്വസിക്കുമ്പോൾ, ഇസ്ലാം പറയുന്നത്, ഇസ്ലാം എന്നത്, ദീൻ എന്നത് ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് റാഷണൽ വേൾഡ് വ്യൂ ഗവേണിംഗ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്ഫിയേഴ്സ് എന്നതാണ്. അറിവ്, എപ്പിസ്റ്റമോളജി വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. റിലീജിയസ് ട്രുത്ത്, മതപരമായ സത്യങ്ങൾ എന്നൊക്കെ ഹൈലി റാഷണലാണ്, അത് സബ്ജക്റ്റീവാണ്, അതൊന്നും ആർക്കും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ട്രാൻസ്പെറൻ്റ് അല്ല, അത് ഇനാക്സസിബിൾ ആണ്. അതൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇപ്പൊ മരിച്ചവരൊന്നും തിരിച്ചു എന്ന് നമ്മളോട് പറയുന്നില്ല, ഇതൊക്കെ സത്യമാണെന്ന് എന്ന രീതിയിലേക്കാണ് ആളുകൾ പറയുക. പക്ഷെ മരിച്ചവർ തിരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് ചോദിക്കുന്നത് എന്ന നിലപാട് വളരെ ഫൂളിഷാണ് അല്ലെ. മരിച്ചവർ തിരിച്ചു പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. ഒരാള് പറഞ്ഞാൽ എത്രത്തോളം മണ്ടത്തരമാണ് ആ പൊസിഷൻ എന്ന് അയാൾ പോലും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇസ്ലാമിൽ ട്രുത്ത് ഈസ് ഒബ്ജക്റ്റീവ്ലി ആക്സസിബിൾ. നമ്മുടെ മനുഷ്യന്റെ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് സത്യത്തിലേക്ക് എത്താൻ സാധിക്കും. ഒപ്പം തന്നെ മനുഷ്യന്റെ ഫിത്രയുണ്ട്, അത് നമ്മൾ പഠിക്കും. അതായത് മനുഷ്യന്റെ യുക്തി മാത്രമല്ല, മനുഷ്യന്റെ ഫിത്രയുടെയും കൂടെ ഭാഗമായിട്ടാണ് മനുഷ്യൻ സത്യത്തിലേക്കും വിശ്വാസത്തിലേക്കും എത്തുന്നത്. ഈ കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് equip participants to present Islam thoughtfully to both Muslims and non-Muslims. സ്വയം ഇസ്ലാമിനെ ആധികാരികമായി കുറച്ചുകൂടെ ഡെപ്തിൽ മനസ്സിലാക്കുകയും യുക്തിപരമായി ഉൾക്കൊള്ളുകയും സ്വയം മനസ്സിലാക്കുകയും ഒപ്പം മറ്റുള്ളവരെ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ മറ്റുള്ളവരോട് ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായി സംസാരിക്കാനും അവരെ കൂടി ഗൈഡ് ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ നമ്മളെ സ്വയം വളർത്തിയെടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ഇസ്ലാം നോട്ട് ജസ്റ്റ് ആസ് ഫെയ്ത്ത് ബട്ട് ആസ് എ റിഗറസ്ലി റാഷണൽ വേൾഡ് വ്യൂ. ജസ്റ്റ് ഒരു ഹുദവി സാഹിബ് പറഞ്ഞ പോലെ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ഓരോ നൂറ്റാണ്ടിലും സുനഹദോസ് കൂടിയിട്ട് ഇതാണ് വിശ്വാസം, നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇസ്ലാം അടിച്ചേൽപ്പിക്കുകയല്ല. നേരെ മറിച്ച് മനുഷ്യബുദ്ധിക്ക് സ്വീകാര്യമായ, മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വളരെ റാഷണൽ ആയിട്ടൊരു ബിലീഫാണ്, ഒരു വിശ്വാസ സംഹിതയാണ് ഇസ്ലാം എന്ന കാര്യം നമ്മൾ കോഴ്സിലൂടെ ആധികാരികമായി മനസ്സിലാക്കും. Then explore the genuine harmony between faith and reason. വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ഒരു ഹാർമണി നമ്മൾ മനസ്സിലാക്കും. ഡെവലപ്പ് ക്രിട്ടിക്കൽ ആൻഡ് റിഫ്ലക്റ്റീവ് തിങ്കിങ്. റെക്കഗ്നൈസ് റിലീജിയസ് ട്രൂത്ത് ബിയോണ്ട് മോഡേൺ മിസ്കൺസെപ്ഷൻസ്. അണ്ടർസ്റ്റാൻഡ് ദി ഡീപ്ലി റൂട്ടഡ് ഫൗണ്ടേഷൻസ് ഓഫ് നോളജ് ആൻഡ് എപ്പിസ്റ്റമോളജി. പല വാക്കുകളും എപ്പിസ്റ്റമോളജി തുടങ്ങിയ വാക്കുകളൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇൻഷാ അല്ലാഹ് അതേ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാവും.
ഇതൊരു TOT പ്രോഗ്രാമാണ്, ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ്. നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് നിങ്ങൾ ഓരോരുത്തരും ഒരു ട്രെയിനേഴ്സ് ആയിട്ട് മാറണം എന്ന ഉദ്ദേശത്തിലാണ് ഈ കോഴ്സ് നടത്തുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളെ പറ്റി സൂപ്പർഫിഷ്യലായിട്ടൊരു നോളജ് എന്നതിനുപരി ആഴത്തിൽ പഠിക്കണമെന്നും ഈ പഠിച്ച വിഷയങ്ങളെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണമെന്നും ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ ഡിസൈനിങ്ങിലും ഇതിനു വേണ്ട നോളജ് സംഘടിപ്പിക്കുന്നതിലും ഒരുപാട് എഫേർട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗാസ 2023 ശേഷം ഗാസയിലും ചുറ്റുപാടിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു ഉണർത്താണ്. നമ്മുടെ ഒരു ഇന്റലക്ച്വൽ പാസിവിറ്റി, ഈ ഒരു മോഡേണിസ്റ്റ് വേൾഡ് വ്യൂ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ പാസീവായിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നതിൽ നിന്ന് ഉണർന്ന് നമ്മുടേതായ ഒരു ഇന്റലക്ച്വൽ ആക്ടിവിറ്റി, നമ്മുടെ ഒരു ഇന്റലക്ച്വൽ, നമ്മളാണ് ഈ ലോകത്തെ, മുസ്ലിങ്ങളാണ് ഈ ലോകത്തെ ഇന്റലക്ച്വലി ലീഡ് ചെയ്യേണ്ടത് എന്ന ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തുകയും ഈ മോഡേണിറ്റിയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ കറക്ഷൻസ് വരുത്തുകയും അതനുസരിച്ച് സമൂഹത്തെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഇന്റലക്ച്വൽസ് ആയിട്ട് നമ്മളെല്ലാം വളർന്നു വരേണ്ടതാണ്. നമ്മൾ ഇതിന് മുൻകൈ എടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോഴ്സിന്റെ ആർക്കിടെക്ചർ എന്നത് 70-30 അനുപാതത്തിലാണ് ഇത് വച്ചിരിക്കുന്നത്. 70% നമ്മൾ ഫ്യൂച്ചറിൽ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഫിലോസഫിക്കൽ ഫ്രെയിംവർക്ക് മനസ്സിലാക്കുന്നതിനാണ് ഈ കോഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ഐഡിയോളജിസിന്റെയും അടിത്തറ, അതായത് ഷിപ്പിന്റെ ലോവർ പാർട്ടിലാണ് നമ്മൾ 70% ടൈമും ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മാത്രമേ ആ ഷിപ്പിന്റെ അപ്പർ ഡെക്കുകളിലേക്ക് കയറി ഓരോ ഇസങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയുള്ളൂ. ഇറ്റ്സ് ഡിമാൻഡിങ്. ഇത് കുറച്ച് എഫേർട്ട് ആവശ്യമുള്ള സംഗതി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. ഈ കോഴ്സിന്റെ ഒരു വോയേജ്, ഒരു എങ്ങനെയാണ് യാത്ര എന്നത് ചെറിയൊരു റൂട്ട് മാപ്പാണിത്. ആദ്യമേ തന്നെ നമ്മൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, ഫിത്ര എന്താണ്, വേൾഡ് വ്യൂ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും. പിന്നെ റിയാലിറ്റി ആൻഡ് നോളജ്, നമ്മുടെ ആദ്യത്തെ ഏറ്റവും വലിയ 2 ടോപ്പിക്കുകളാണ്. ഒന്ന് റിയാലിറ്റി അഥവാ ഓണ്ടോളജി, 2 നോളജ് അഥവാ എപ്പിസ്റ്റമോളജി. ഈ 2 വിഷയങ്ങളാണ് നമ്മുടെ അടിത്തറ. വാട്ട് ഇസ് റിയാലിറ്റി? കാരണം റിയാലിറ്റി എന്താണ് എന്ന് നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റലി വാട്ട് ഇസ് റിയാലിറ്റി എന്നതിനെ പറ്റിയിട്ടുള്ള മനസ്സിലാക്കലാണ് ഇതിന്റെ ആദ്യ ഭാഗം. അതോടൊപ്പം തന്നെ വാട്ട് ഈസ് നോളജ്, വ്യത്യസ്ത അറിവുകൾക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യം അനുസരിച്ചാണ് നമ്മൾ മുസ്ലിങ്ങളാവുന്നത് തന്നെ. നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ നോളജ് ക്ലെയിമാണ്. നമ്മൾ ചില വഹി നോളജിനെ അംഗീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുസ്ലിം ആകുന്നത്. ചുരുക്കത്തിൽ ഇത്രയും പറയാം. ഇൻഷാ അല്ലാഹ് എപ്പിസ്റ്റമോളജി പഠിക്കുന്നു, നമുക്ക് അതിന് വിശദമായിട്ട് മനസ്സിലാക്കും. പിന്നീട് നമ്മൾ അതിന് കോഴ്സിൽ പഠിക്കുന്നത് ഹ്യൂമൻ നേച്ചർ, ദി പർപ്പസ് ഓഫ് ലൈഫ്, അതിനുശേഷം മോഡേൺ സെൽഫ്. എന്താണ് ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റുന്ന ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത്, എന്നാൽ ഇസ്ലാമിൽ ഒരാൾ ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം എന്താണെന്ന് മനസ്സിലാക്കും. എന്നിട്ടാണ് നമ്മൾ മോഡേൺ ഐഡിയോളജി, ലിബറലിസം, ഫെമിനിസം പോലുള്ള ഐഡിയോളജീസ് പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇതൊരു സർട്ടിഫൈഡ് കോഴ്സാണ്. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കുറച്ച് ഡിസിപ്ലിൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിന്റെ ഒരു 70% അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അതേപോലെ നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് വാട്സപ്പിൽ അയക്കുന്ന എല്ലാ അസസ്മെന്റ്സും ഒരു 10 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുകയുള്ളൂ. 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് ചിലപ്പോൾ 3-4 ക്ലാസ്സുകൾ ശേഷമായിരിക്കും ഒരു അസസ്മെന്റ് ഉണ്ടാവുക. ഈ അസസ്മെന്റുകളെല്ലാം തന്നെ നിങ്ങൾ സമയാധിഷ്ഠിതമായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അതും സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ഒരു ഉപാധിയാണ്.
ഇതൊരു സീരിയസ് എൻഡീവർ ആണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു വളരെ ഒരു കുറച്ച് ഗഹനമായ ഒരു വിഷയം തന്നെയാണ്, സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. നിങ്ങളൊരു ഞായറാഴ്ച രാവിലെ കേട്ട് ലാപ്ടോപ്പ് മടക്കി വെച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് പുസ്തകം അടച്ചു വെച്ച് പിന്നെ അടുത്ത ഞായറാഴ്ച വീണ്ടും വന്നിരുന്നാൽ അത് ശരിയാവുകയില്ല. നിങ്ങൾ അതിൻ്റെ ഇടയിൽ പഠിക്കുകയും ചിന്തിക്കുകയും എല്ലാം വേണം. പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഇത് ജസ്റ്റ് കുറെ വായിച്ച് പഠിക്കൽ മാത്രമല്ല, നമ്മുടെ ചിന്ത അതിലൊരു ശീലമാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറെ എഫേർട്ട് ഇതിലേക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോജനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു പുഴക്കരയിൽ ഇരുന്ന് കാല് നനച്ചതുകൊണ്ട് മാത്രം നമ്മൾ നീന്തൽ പഠിക്കില്ല. നേരെ മറിച്ച് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങി എഫേർട്ട് ഇട്ട് നീന്തൽ പഠിച്ചാൽ മാത്രമേ നമ്മൾ നീന്തൽ പഠിക്കുകയുള്ളൂ. രണ്ടാമത്തത് അസസ്മെന്റ്സ് ഉണ്ട്, റിഗ്രസ് അസസ്മെന്റ്സ് ഉണ്ട്. ആൻഡ് അത് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി നാലാമത്തത് ആക്റ്റീവ് കോൺട്രിബ്യൂഷൻ. ഇപ്പൊ ഇതില് അടുത്ത ക്ലാസ് തൊട്ട് ലെക്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ ഈ ലെക്ചേഴ്സ് എന്നുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന രീതിയിൽ മാത്രം എടുക്കേണ്ടതില്ല. കാരണം ഞാനും അടുത്ത കാലത്ത് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങളെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനർത്ഥം എല്ലാം അറിയുന്ന ആൾ ഞാനൊന്നും നിങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളൊന്നും അല്ല. പല കാര്യങ്ങളിലും എന്നേക്കാൾ വ്യക്തതയും കൃത്യതയും ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും ചില ഭാഗങ്ങളിലൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പഠിപ്പിക്കുകയും ഒപ്പം പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മോട്ടീവ്. കാരണം സദസ്സിൽ ചില കാര്യങ്ങളിലൊക്കെ എന്നേക്കാൾ അറിവുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ മെത്തഡോളജി ഫിലോസഫിക്കൽ അടിസ്ഥാനത്തിലാണ്. എന്താണ് ഫിലോസഫി എന്ന് പറയുമ്പോൾ ആളുകൾ പലരും വിചാരിക്കും പണ്ട് സോക്രട്ടീസും പ്ലാറ്റോയും ഒക്കെ അരിസ്റ്റോട്ടിലും ഒക്കെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഫിലോസഫി. അതിനുശേഷം അതങ്ങോട്ട് ഇല്ലാതായി പോയി എന്ന രീതിയിൽ പലരും അതിനപ്പുറത്തേക്ക് ഫിലോസഫി ഉണ്ട് എന്ന കാര്യം പോലും പലരും മനസ്സിലാക്കി, പലർക്കും അറിയില്ലാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ എന്താണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ കുറെ വായിച്ച തിയറി പഠിക്കലല്ല. ഫിലോസഫി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ്. അത് ഇറ്റ്സ് ദി ആക്ടിവിറ്റി ഓഫ് വർക്കിംഗ് ഔട്ട് ദ ബെസ്റ്റ് വേ ടു തിങ്ക് അബൌട്ട് തിങ്സ് എന്നാണ് ഫിലോസഫേഴ്സ് പറയാറ്. അതായത് നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതി ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫിലോസഫി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹുദവി സാഹിബ് പറഞ്ഞ ഉദാഹരണം ഞാനും ഈ സ്ലൈഡുകളിൽ മുന്നേ കോട്ട് ചെയ്ത ഉദാഹരണം പറയാം. ഇന്ന് മനുഷ്യന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഭൗതിക വിജയമാണ് എന്നൊരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ഇന്ന് ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ, നമ്മുടെ രാജ്യത്തിന്റെ റിസോഴ്സസ് എല്ലാം തന്നെ ആ രീതിയിലാണ് വിനിയോഗിക്കുന്നത്. അതൊരു ഫിലോസഫിയാണ്. അപ്പൊ ഒരു മനുഷ്യനെ എഴുന്നേറ്റ് ആലോചിക്കണം, ഇത് തന്നെയാണോ മനുഷ്യന്റെ വിജയം? മനുഷ്യന്റെ വിജയം എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വ്യത്യസ്തമായ മറ്റു ചില കാര്യങ്ങളും കൂടെ ഉൾപ്പെടേണ്ടതില്ലേ എന്നൊരു മനുഷ്യൻ ചിന്തിച്ചാൽ എന്തായി? അത് ഫിലോസഫിയെ. അപ്പൊ ദാറ്റ് ഈസ് സ്റ്റെപ്പിംഗ് ബാക്ക് ഫ്രം എ പർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ്. ഒരു പർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ്ങിൽ ഇന്ന് മോഡേൺ സമൂഹം മുന്നോട്ട് പോവുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാരും ഗവൺമെന്റും കോടതിയും എല്ലാം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ചില ആളുകൾ മാറ്റി ചിന്തിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് മാറി നിന്നിട്ട് ചിന്തിക്കുകയാണ്, ഈ രീതി ശരിയാണോ? അപ്പോൾ ഫോം എ പർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ് ടു വർക്ക് ഔട്ട് വെദർ സം വേ ഓഫ് തിങ്കിങ് ഈസ് റൈറ്റ് വേ. അതാണ് ഫിലോസഫി. അപ്പൊ ഇറ്റ്സ് റിവൈസിങ് വേസ് ഓഫ് തിങ്കിങ്. ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഈസ് നെവർ ടു ഫാർ അവേ. ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിന് ഒരിക്കലും ദൂരെയല്ല. പക്ഷെ പലപ്പോഴും അത് ഡിഫിക്കൽട്ടാണ്, ഫ്രസ്ട്രേറ്റിംഗ് ആണ്, ആളുകൾ വെറുപ്പിക്കും. കാരണം എന്താ? കാരണം നമ്മൾ ശരിയാണെന്ന് കരുതി പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളതിലങ്ങ് സുഖം പിടിച്ച് പോയിട്ടുണ്ടാവും. ഇപ്പം ഭൗതിക കാര്യം, കാറ് വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറ് വാങ്ങലാണ്, അല്ലെങ്കിൽ വലിയൊരു വീടുണ്ടാക്കലാണ്, അതല്ലെങ്കിൽ ഭക്ഷണത്തിലെ അമിത ഭക്ഷണമാണ്. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ, അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി ജീവിക്കലാണ് ജീവിതം എന്നൊക്കെ വിചാരിച്ച് ആ ഒരു ഫിലോസഫിയിൽ ഒരാൾ മുന്നോട്ട് പോകും. അയാളോട് പോയിട്ട് പറയണമെന്നോ, ജീവിതത്തിൽ മിതത്വം പാലിക്കണം, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അമിതമായ ചെലവഴിച്ച് കാറ് വാങ്ങരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാറ് വാങ്ങിക്കുക, നിങ്ങൾ അമിത വ്യയം ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്താകും? ഒരു ഫ്രസ്ട്രേറ്റ്, അല്ലെങ്കിൽ അയാൾ പറയാണ്, നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുന്നത് ശരിയാണോ, വേറെ രീതിയിലുള്ള ചിന്തയല്ല ശരി എന്ന് പറയുമ്പോൾ എന്താവും? അത് ഫ്രസ്ട്രേറ്റിംഗ് ആവും.
അത് അതുകൊണ്ട് തന്നെ ഫിലോസഫി എന്നുള്ളത് പറയുമ്പോൾ ആളുകൾ സുഖം പിടിച്ചു പോകുന്ന ഒരു ചിന്താഗതി പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഒരു തിരുത്ത് ആവശ്യപ്പെടുമ്പോൾ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അത് നാച്ചുറലാണ്. അതുകൊണ്ട് തന്നെ ഫിലോസഫേഴ്സ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ്. പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്മാരും ഒരർത്ഥത്തിൽ പറഞ്ഞ ഫിലോസഫേഴ്സ് ആണ്. എന്താണ് ഫിലോസഫേഴ്സും പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം? ഫിലോസഫർ, പ്രത്യേകിച്ച് സെക്യുലർ ഫിലോസഫർ, സംസാരിക്കുന്നത് അവരുടെ സ്വന്തം ചിന്തയിൽ നിന്നാണ്. പക്ഷെ പ്രവാചകന്മാർ സംസാരിക്കുന്നത് അവർക്ക് കിട്ടുന്ന വഹി നോളജിൽ നിന്നാണ്. അതാണ് വ്യത്യാസം. ഒരു ഫിലോസഫർ പറയുകയുണ്ടായി, തിയററ്റിക്കൽ ഫിലോസഫി which to superficial people appears so remote from the business of life and the outward interests of men is in reality the thing on earth that most influences them, and in the long run outweighs every other influence except the ones it must itself obey. അതായത് പറയുന്നത്, ആളുകൾ വിചാരിക്കും ഫിലോസഫി എന്നുള്ളത് ജോൺ സ്റ്റുവർട്ട് മില്ലാണ്, അദ്ദേഹത്തിന്റെ പേര് ആദ്യം പറഞ്ഞത്, ജോൺ സ്റ്റുവർട്ട് മില്ലാണ് ഈ പറഞ്ഞത്. ജോൺ സ്റ്റുവർട്ട് മിൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് ആളുകൾ വിചാരിക്കും ഫിലോസഫി എന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന എന്തോ കാര്യങ്ങളാണ്. പക്ഷെ അതേപ്പറ്റി അറിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ലോങ് റണ്ണിൽ അവരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഫിലോസഫി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എത്ര പെൺകുട്ടികളാണ് ഫെമിനിസത്തെ പറ്റിയിട്ട് ആധികാരികമായി പുസ്തകം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഫെമിനിസ്റ്റ് ചിന്താഗതികൾക്ക് വശംവദരായിട്ടുള്ളത്? അതുപോലെ നമ്മുടെ നാട്ടിൽ എത്ര കമ്മ്യൂണിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു പഠിച്ച്, അല്ലെങ്കിൽ ദസ് ക്യാപിറ്റൽ വായിച്ചു പഠിച്ചിട്ടുള്ളത്? അങ്ങനെയാണ് ഫിലോസഫി. എങ്ങനെയാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതേപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുള്ളൂ. പക്ഷേ ലോങ് റണ്ണിൽ ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും ഫിലോസഫിയാണ്. അപ്പൊ ക്യാൻ വി ലിവ് വിത്തൗട്ട് ഫിലോസഫി? ഇല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അതിൻ്റെതായ ഫിലോസഫി ഉണ്ട്. ഏത് രീതിയിൽ ചിന്തിച്ചാലും നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് പോയാലും അതൊരു ഫിലോസഫി ഉണ്ട്. അതുകൊണ്ട് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ള മനുഷ്യന് സാധ്യമായ കാര്യമല്ല. അപ്പം വൈ ഡു വി ബിലീവ് ഇൻ ഗോഡ്? നമ്മൾ എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു? അതൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ദി കറക്റ്റ് ഏത് നോളജിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അതൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ആളുകൾ ജീവിച്ചു പോവാണ്. അതായത് ഞാൻ ജീവിതത്തിൽ ജോലി നേടണം, പണം ഉണ്ടാക്കണം, മക്കളെ നല്ലൊരു കല്യാണം കഴിക്കണം, മക്കളുണ്ടാവണം, മക്കളെ ആ പൊസിഷൻ എത്തിക്കണം, ഈ പൊസിഷൻ എത്തിക്കണം, ബിസിനസ് അഭിവൃദ്ധി, ഇതൊക്കെയാണ് ജീവിതം എന്ന് കരുതിയിട്ട് ആളുകൾ ആ ഒരു ഫിലോസഫിയിൽ ആളുകൾ ജീവിച്ചു പോവാണ്. ഒരാൾ ചിന്തിക്കുകയാണ്, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്, എന്തിനാണ് ജീവിക്കേണ്ടത് എന്നൊരാൾ ചിന്തിച്ചത്, അതും ഫിലോസഫിയാണ്. അപ്പൊ ഓരോന്നും അത് വേറെ ഫിലോസഫി, ഇത് വേറെ ഫിലോസഫി. ഇപ്പൊ ഫിലോസഫി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ മറ്റ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഷുഡ് വി ഒബേ? നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കണോ? വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവർണൻസ്? നമ്മൾ നിയമം അനുസരിക്കണോ? നമ്മൾ പോലീസിനെ അനുസരിക്കണം? ഇതെല്ലാം ഫിലോസഫിയാണ്. വൈ ഇറ്റ് മാറ്റേഴ്സ്? നമ്മൾ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറെ നമ്മുടെ നിയന്ത്രണത്തിലാവും. പക്ഷെ നമ്മളെങ്ങനെ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുന്നതും പഠിക്കാതെ ഒഴുക്കിനത്ത് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം അതിലുണ്ട്. ഫിലോസഫിയും റിലീജിയനും ഇൻസെപ്പറബിൾ ആണ്. സോ പലപ്പോഴും നമ്മൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഫിലോസഫിക്കലി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ മറ്റുള്ളവരായിട്ടുള്ള റിലീജിയസ് ഡിസ്കഷനിലും ദാവയിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും. കാരണം നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാവും ഈ തരത്തിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ. ഇതില് ധാരാളം റിസോഴ്സസും റെഫറൻസസും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഹൈലി ഇൻകംപ്ലീറ്റ് ആണ്. എന്നാലും എൻ്റെ ഓർമ്മയിൽ വന്നതിൽ നിന്നും ഞാൻ പെട്ടെന്ന് ഉള്ള സെർച്ചിൽ നിന്നൊക്കെ എഴുതി വെച്ച ഒരു 18 റെഫറൻസസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്ന് കൂടുതൽ റെഫറൻസസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാം. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഈ സ്ലൈഡ് ഷെയർ ചെയ്യോ? ഇൻഷാ അല്ലാഹ്.
താങ്ക് യു. കോഴ്സിനെ കുറിച്ച് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. അസ്സലാമലൈക്കും. ഇതിന്റെ നോട്ട്സ് ഒക്കെ എങ്ങനെയാണ് വരിക ഉണ്ടാവുക? ഷെയർ ചെയ്യോ അല്ലെങ്കിൽ PDF ഫയൽ കിട്ടോ? എങ്ങനെയാണ്? PDF ഫയലായിട്ട് നോട്ട്സ് ഷെയർ ചെയ്യും. അതുപോലെ ഈ റെക്കോർഡഡ് വീഡിയോയും ഇതിന്റെ ലിങ്ക് വാട്സാപ്പിൽ ഇടും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയും ചെയ്യും. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. നിസാം ഭായ്, ക്ലാസ് വളരെ അൽഹംദുലില്ലാ ഈ ഒരു ജനറേഷന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സ് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇതിൽ എനിക്കൊന്ന് ഒരു ചെറിയൊരു ഒരു കോൺസെപ്റ്റ് ഞാൻ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൽ രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ദാവ, നമ്മളുടെ ഇപ്പോൾ ഒരു സമൂഹത്തെ നമ്മൾ നേരാക്കി കൊണ്ടുപോകാനുള്ള നമ്മളുടെ ഒരു പരിശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ കോഴ്സ് ഉപയോഗപ്പെടുത്താം. ഇതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ മക്കളും ഇതിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ ഇതേ കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മളെക്കാട്ടിലും കൂടുതൽ അറിയുന്നതും ആക്സസ് ചെയ്യപ്പെടുന്നതും നമ്മളെ മക്കളിലൂടെയാണ്. അപ്പൊ അവര് വഴി തെറ്റി പോകാതിരിക്കാനും, ഇപ്പൊ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഇപ്പൊ ആക്ച്വലി ഏജിങ് ഒരു ഡിസീസ് ആണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ ഏജിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം, ഏജ് നമുക്ക് പ്രായം കൂടാതിരിക്കാൻ നമുക്ക് ജനറ്റിക് മേക്കപ്സ് റിവേഴ്സലൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ മക്കളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണെങ്കിൽ ശരിക്കും അള്ളാഹ് ഉണ്ടോ അല്ലെങ്കിൽ പടച്ചോൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്നും നമ്മളുടെ ജനറേഷനിലെ മക്കള് ചോദിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുകയാണ്. അപ്പോ അതിൽക്കും കൂടിയും ഈ ഒരു ക്ലാസ് ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടേക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ശരിയാണ്. ഈ ചിന്ത എല്ലാം വരുന്നത് ഈ മോഡേണിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നാണ്. അടുത്ത ക്ലാസ്സുകൾ, മേ ബി ആദ്യത്തെ ഒരു 8-10 ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ആധികാരികമായിട്ട് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. സൂചിപ്പിക്കാമല്ലോ. അസ്സലാമലൈക്കും. പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇത് ഈ ഒരു സംഭവം നമ്മൾ മക്കളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മദ്രസ ടീച്ചേഴ്സിലേക്ക് ഈ വിഷയം എത്തിക്കുക അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് അങ്ങനെ പരിചയമുള്ള ചില ആളുകൾ അതിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്തില്ല, ഈ ഒരു സംഭവത്തെ, ഈ ഒരു ചർച്ചയെ നമ്മളെ കുട്ടികളിലേക്ക് അവരുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തെത്തിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തെത്തിക്കണം. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ കരിക്കുലത്തിലേക്കും ഇത്തരം വിഷയങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അവർക്ക് പാലറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് എനിക്ക് വേണ്ടത് മദ്രസ അധ്യാപകർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടി നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ടീച്ചിങ് എന്നുള്ളത്, കുട്ടികളെ ടീച്ചിങ് എന്നുള്ളത്, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ശ്രമകരമായ ഒരു കാര്യമാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയിലേക്ക് ഈ വിഷയങ്ങളെ മാറ്റി നമ്മുടെ പുതുതലമുറയെ ആധുനിക സമൂഹത്തിൽ ജീവിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ ഇസ്ലാമിക ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് ഹ്യൂമൻ എഫേർട്ട് അതിലേക്ക് ഇടേണ്ടതുണ്ട്. ഇതിൽ ഈ മദ്രസ അധ്യാപക മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഇതിൽ അവരുടെ എഫേർട്ട് ഒരുമിച്ച് ഇടുകയും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് എത്രയും പെട്ടെന്ന് മുൻകൈ എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ കോഴ്സിലൂടെ കിട്ടുന്ന ഈ അറിവുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ആ തരത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് എടുക്കുകയും ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഈ കോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ഇപ്പം കിട്ടിയ നോളജ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫെയ്ത്തിനെ കൂടുതൽ ഉറപ്പിക്കാനൊക്കെ സാധിക്കും ഇതിന്റെ. അതുപോലെ തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു തീവ്രവാദ ആ രീതിയിലാണ് പുറത്തുള്ളത് ചിന്തിക്കുന്നത്. അപ്പൊ അതില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ പറ്റുന്നുള്ള കൂടുതൽ ആശയങ്ങൾ കിട്ടുന്നതാണ് എനിക്ക് ഇപ്പൊ ഈ കണ്ടന്റ് നോക്കിയിട്ട് മനസ്സിലാവുന്നത്. അപ്പം ആ രീതിയിൽ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ചിന്താഗതി മനസ്സിലാക്കിയിട്ട് ഇസ്ലാം എന്നുള്ള പേര് വരുമ്പോൾ തന്നെ ഒരു തീവ്രവാദി രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു വിഷയമായിട്ടാണ്. അപ്പൊ അതല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ പറ്റുന്നുള്ള കുറെ അറിവുകൾ കിട്ടുന്നതാണ് എനിക്ക് ഈ ഒരു കോഴ്സിന്റെ കണ്ടന്റ് നോക്കിയിട്ട് മനസ്സിലാവുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്.
Assalamualaikum. Jazakallah khair. The intro looks very promising. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ നമുക്ക് നോൺ മുസ്ലിംസിന്, അതായത് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ, ജെന്യൂൻലി അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നോൺ മുസ്ലിംസിനെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ ഈ ഒരു കോഴ്സിന്? ആൻഡ് ഓൾസോ ഇല്ല. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയുണ്ടാവും? ഈ കോഴ്സിന്റെ ഈ രൂപത്തില് നോൺ മുസ്ലിംസിനെ പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ നോൺ മുസ്ലിംസിനെ ഇതിലിപ്പോൾ നേരിട്ട് പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു TOT പ്രോഗ്രാമാണ്. നിങ്ങൾ ഓരോരുത്തരെയും നോൺ മുസ്ലിംസിനോട് പോയിട്ട് സംസാരിക്കാൻ ട്രെയിൻ ചെയ്യാണ് ഈ കോഴ്സിലൂടെ ചെയ്യുന്നത്. ഓക്കെ. നോൺ മുസ്ലിംസ് നേരിട്ട് പങ്കെടുപ്പിക്കാൻ പല കാര്യങ്ങളും നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ വരും. പിന്നെ ഇതിന്റെ ഡ്യൂറേഷൻ ചോദിച്ചു. ഡ്യൂറേഷൻ ഏകദേശം ഒരു 8 മാസം എടുക്കും. ഓക്കെ സർ. പിന്നെ ഇതിന്റെ സമയമാണ് ഒരു ഡിസ്കഷൻ വിഷയമായിരുന്നത്. അപ്പോൾ 7 to 8 എന്നാണ് ഞാൻ കണ്ടത്. ഇതിലിപ്പം ചില പ്രയാസം പറഞ്ഞു. പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർക്ക് ഇത് വളരെ നേരത്തെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്ക് പ്രയാസമുണ്ട്. സമയത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും 1-2 പേർക്ക് അഭിപ്രായം പറയാം. പിന്നീട് ഞാനൊരു വ്യത്യസ്ത ഓപ്ഷനുകൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഓപ്ഷനുകൾ വെച്ചുകൊണ്ട് ഞാനൊരു പോൾ ഗ്രൂപ്പിലിടാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സമയം മാറ്റണമെങ്കിൽ മാറ്റാം. ഇതാണ് ഏറ്റവും ഐഡിയലെങ്കിൽ അങ്ങനെ പോകാം. അപ്പോൾ കുറച്ച് ഏതാനും നിങ്ങൾക്ക് അഭിപ്രായം പറയാം. സമയത്തെ പറ്റി 2-3 പേര് അഭിപ്രായം പറയാം. പിന്നെ എന്നിട്ട് ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹലോ, അതായത് നമ്മളുടെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ പറഞ്ഞിരിക്കുന്നു വഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറിവിന്റെ ഒരു മാനദണ്ഡം. ഈ വഹി എന്ന രീതിയിൽ തന്നെ വേറെ രീതിയിലാണെങ്കിലും ഇപ്പൊ വെസ്റ്റേൺ ഫിലോസഫി എല്ലാ ഫിലോസഫേഴ്സിനും ഈ രീതിയിലൊരു അതീന്ദ്രജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഓരോ പുതിയൊരു തോട്ടുകളും ചിന്തകളും വരുന്നത്? അല്ല സ്വന്തം മനസ്സിൽ നിന്നാണോ വരുന്നത്? അത് നമ്മുടെ എപ്പിസ്റ്റമോളജി ചാപ്റ്ററിൽ നമുക്ക് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഈ സംശയം അവശേഷിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക്സ്. ഈ കോഴ്സ് ടൈം 6:30 to 7:30 കൂടി നന്നായിരുന്നു. അത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് അനുസരിച്ച് അതും ഒരു ഓപ്ഷനായിട്ട് ഞാൻ ഗ്രൂപ്പിൽ പോൾ ഇടാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം ഏതാണോ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഏത് രീതിയിൽ നോക്കുമ്പോഴും കുറെ ആളുകൾക്ക് അത് കുറച്ച് പ്രയാസമാണ്. 6:30 നോക്കുമ്പോൾ ഗൾഫിലുള്ളവർക്ക് കുറേ കൂടെ പ്രയാസമാണ്. ഇപ്പൊ നമ്മൾ 7 o'clock നോക്കുമ്പോൾ ഗൾഫിലുള്ളവർക്ക് 5:30, UAE-യിലുള്ളവർക്ക് 5:30, സൗദി ആകുമ്പോൾ 4:30 അവർക്ക് പ്രയാസമാവും. പക്ഷെ നമ്മൾ ഇനി ആക്കുമ്പോൾ കുറേ കൂടെ നേരത്തെയാവും. സുബഹി നമസ്കാരത്തിന്റെ സമയമായി മാറും അവർക്ക്. അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ലേറ്റ് ആക്കുമ്പോൾ പിന്നെ നാട്ടിലുള്ളവർക്ക് പല എൻഗേജ്മെന്റ് ആവും. പക്ഷെ ഞാൻ വ്യത്യസ്ത വേറെ ഇപ്പൊ 6:30 to 7:30 ഫവാസിന് ഒരു ഒപ്പീനിയൻ ഉണ്ട്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതോടെ ചേർത്തിട്ട് പോൾ ഇടാം. ഞാൻ ഒരു പിന്നെ രാത്രി എന്ന രീതി മീൻസ് 8:30 to 9:30 അല്ലെങ്കിൽ 9 to സോറി അത് പിന്നെ 8:30 നൈറ്റ് 8:30 to 9:30 അല്ലെങ്കിൽ 9 to 10 ആ ഒരു സമയം പറ്റുമോ എന്നതാണ് ഒരു അഭിപ്രായം. ഞാനും അത് തന്നെയാണ് ചോദിക്കാൻ വിചാരിക്കുന്നത്. വർക്കിംഗ് ഡേയ്സിൽ ഏതെങ്കിലും ഡേ 9 to 10 ആയിരിക്കും സൗകര്യം. 9 to 10 വർക്കിംഗ് ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ നന്നായിരിക്കും. ശരി, ഞാൻ അഭിപ്രായ സർവേ ഇടുമ്പോൾ ആ ചോയ്സ് കൂടെ ഇടാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതാണ് ചൂസ് ചെയ്തത് അനുസരിച്ച് മുന്നോട്ട് പോകാം. ശരി, എന്നാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അജ്മൽ മുജീർ ഉണ്ടോ? ഓക്കെ, നിസാമുദ്ദീൻ സാഹിബ്. ഡോക്ടർ നിസാമുദ്ദീൻ സാഹിബ് പിന്നെ അദ്ദേഹം MCC സീനിയർ ഓങ്കോളജി സർജൻ കൂടിയാണ്. എത്തിക്കൽ മെഡിക്കൽ ഫോറത്തിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആണ്. ഈ ഒരു കമ്മിറ്റിയുടെ ഈ ഒരു ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം ഈ കോഴ്സിനെ കുറിച്ച് വളരെ കൃത്യമായ അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ അവതരിപ്പിച്ചു, ഉദ്ദേശങ്ങളും താല്പര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പിന്നെ ഇനോഗ്രൽ സെഷന്റെ നന്ദി കൊണ്ട് സംസാരിക്കുന്നതിനായി MP മുജീറിനെ. കേൾക്കാം.
കേൾക്കാം, പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിന്റെ കീഴിൽ ഫെയ്ത്ത്, റീസൺ, മോഡേണിറ്റി ആൻഡ് ഇസ്ലാമിക് ഇന്റലക്ച്വൽ പെർസ്പെക്റ്റീവ് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള കോഴ്സിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. മഹത്തായ ഒരു തുടക്കത്തിനാണ് നാം ഇന്ന് സാക്ഷികളായത്. അൽഹംദുലില്ലാഹ്. ഈ ലോകത്തിന് മുന്നിൽ ഇസ്ലാമിന്റെ പ്രകാശത്തെ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ഉദ്യമവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ എളിയ തുടക്കം ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഉദ്ദേശിച്ച സമയം ഏകദേശം ആയതിനാൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് കെ സുഹൈൽ സാഹിബാണ്. എന്തോ പ്രയാസം കാരണം അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടർ ക്ലാസ്സുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാന്യനായ ഉസ്താദ് മുഹമ്മദ് അബ്ദുൾ റഷീദ് ഹുദവി ഏലക്കുളം അവറുകളാണ്. ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫി ഓഫ് റിലീജിയന്റെ ഡീനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുഹമ്മദ് അബ്ദുൾ റഷീദ് ഹുദവി സാഹിബിന് IIUD പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പഠന കോഴ്സിന്റെ ആമുഖം ലളിതമായി വിവരിച്ച ഈ കോഴ്സ് നയിക്കുന്ന ഡോക്ടർ നിസാമുദ്ദീൻ സാറിനും അതുപോലെ സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് AP അജ്മലിനും ഖുർആൻ പാരായണം നിർവഹിച്ച സഹോദരൻ അബ്ദുൽ ബാസിത്തിനും IIUD പേരിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാറ്റിനും ഉപരിയായി ആവേശപൂർവ്വം ഇതിന്റെ ഭാഗമാകാൻ മുന്നോട്ട് വന്ന മുഴുവൻ പഠിതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. അള്ളാഹു ഈ ഇരുത്തം ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.